ഗ്രാമത്തിൽ നിന്നും കുറേ മാറി കൃഷിയിടത്തിനരികിലായി നിൽക്കുന്ന ഒരു പുൽമൈതാനി. ആ പുൽമൈതാനിയിൽ താനും തൻ്റെ സഹോദരനും സഹോദരി പുത്രിയും കൂടി കന്നുകാലികൾക്കു വേണ്ടിയുള്ള പുല്ലുകൾ അരിയുന്ന തിടുക്കത്തിലാണ്. അവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം കന്നുകാലി വളർത്തലും അതിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റുമാണ് അവിടുത്തെ ആളുകൾ ജീവിക്കുന്നത്. അർദ്ധപട്ടിണിയിലാണെങ്കിലും ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഒരാശ്വാസം തന്നെയാണ്. കാര്യങ്ങളെല്ലാം സംസാരിച്ച് പൊട്ടിച്ചിരികളോടെ ആസ്വദിച്ചാണ് അവർ ആ മൈതാനിയിൽ നിന്നും പുല്ലരിയുന്നത്. അങ്ങനെ പുല്ലരിയുന്നതിൻ്റെ കൂട്ടത്തിൽ അവരുടെ പുറകിൽ നിന്നും ഉച്ചത്തിൽ കുറേ വിളികൾ ഉയർന്നു കേട്ടു. നിങ്ങൾക്ക് ചെവി കേൾക്കില്ലേ? നിങ്ങളെന്താ പൊട്ടനാണോ? എത്ര നേരമായി ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. കൃഷിയിടത്തിൽ നിന്നും ധാരാളം പക്ഷികൾ ചിലച്ചുയർന്നു പൊങ്ങുന്നത് നിങ്ങൾ കണ്ടില്ലേ? എന്തിൻ്റെയോ അപായ സൂചനയാണിത്. ഇത്രയും പറഞ്ഞതും ഗർനാഥ് തൻ്റെ സഹോദരനെയും സഹോദരൻ്റെ പുത്രിയെയും കൂട്ടി വളരെ വേഗം തന്നെ ഗ്രാമത്തിലേക്ക് തിടുക്കത്തിൽ പാഞ്ഞു. തങ്ങൾ അന്ന് അവിടെ അരിഞ്ഞിട്ട പുല്ലുകൾ പോലും എടുക്കുവാൻ അവർ ഭയപ്പെട്ടു. ഗർനാഥിൻ്റെ പത്നിയുടെ അരികിലെത്തിയപ്പോൾ തന്നെ കൃഷിയിടത്തിൻ്റെ നടുവിൽ നിന്നും ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനം അവിടെ ഉയർന്നു കേട്ടു. അയാളുടെ സഹോദരി പുത്രി ഭയം കൊണ്ട് ഗർനാഥിനെ ഇറുക്കി പിടിച്ചു. അവർ 4 പേരും ഒട്ടും താമസിക്കാതെ തന്നെ വളരെ വേഗം അവരുടെ ഗ്രാമമായ ശിവപുരിയിലേക്ക് പോയി. ഇന്നും എൻ്റെ കുട്ടികൾ പട്ടിണിയാണ്. അവർ കരിയുവാനെടുത്ത പുല്ലുകൾ അവൻ കാരണം ഇന്നും അവിടെ നഷ്ടമായി, വ്യർത്ഥമായി. ഭയം കാരണം ഇവിടെ കൂടി വന്നപ്പോൾ അവയുടെ കാര്യം മറന്നുപോയി. ഇന്നും അവറ്റകൾ പട്ടിണി തന്നെ. ഹേയ്, അങ്ങനെയാകാൻ വഴിയില്ല. നിങ്ങൾ 2 ദിവസം മുന്നേ പറിച്ചു കൊണ്ടുവന്ന പുല്ലുകൾ ഉണങ്ങിയതെങ്കിലും അവിടെ കിടപ്പുണ്ട്. അതിന്നത്തേക്ക് ഇട്ടുകൊടുക്കാം. നാളെ എന്തെങ്കിലും പരിഹാരമുണ്ടാക്കാം. അയാളുടെ ഭാര്യ അയാൾക്ക് ആശ്വാസവാക്കുകളേകി. തൻ്റെ സഹോദരനും അത് തന്നെ പറഞ്ഞു. ഗർനാഥ് തൻ്റെ സഹോദരൻ്റെ പുത്രിയുടെ കണ്ണുകളിൽ കണ്ട ഭയം വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, ഇനിയും എത്ര നാൾ നമ്മൾ ഇവയെ ഭയപ്പെടണം? രാക്ഷസിയും കുട്ടികളും ചേർന്ന് നമ്മുടെ ഈ ഗ്രാമത്തെ തന്നെ ഇല്ലായ്മ ചെയ്യും. നരമാംസപ്രിയരായ അവരുടെ കയ്യിൽ നിന്നും എങ്ങനെ ഞാൻ എൻ്റെ ഗ്രാമത്തെ രക്ഷിക്കും? ഗ്രാമത്തിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ അദ്ദേഹം ദുഃഖം കൊണ്ട് നിലത്ത് കുത്തിയിരുന്നു. സഹോദരി പുത്രി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. തൻ്റെ കണ്ണുകളിൽ നിന്നും പൊഴിഞ്ഞു വീണ അശ്രുക്കൾ തുടച്ചു നീക്കി. അദ്ദേഹം ദുഃഖം കൊണ്ട് അവളെ കെട്ടിപ്പുണർന്നു, പൊട്ടിക്കരഞ്ഞു. ഗ്രാമത്തിൻ്റെ അധികാരി എന്ന നിലയിൽ ഇനിയും ഇവിടെ തുടർന്നു പോകുവാൻ എനിക്ക് യാതൊരു അർഹതയുമില്ല. ഇതിനോടകം എത്ര പേരുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞു പോയത്. എനിക്കൊന്നും തന്നെ ചെയ്യുവാൻ സാധിച്ചില്ല. അദ്ദേഹം വീണ്ടും വീണ്ടും കരഞ്ഞു. സഹോദരൻ അദ്ദേഹത്തെ വീണ്ടും ആശ്വസിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടിലിനുള്ളിലേക്ക് പോയി ആശ്വസിപ്പിച്ചു. ഏറെ വൈകാതെ ഗ്രാമത്തിലേക്ക് ഇരുട്ടും കടന്നു വന്നു. പടിഞ്ഞാറൻ ദിക്കിലേക്ക് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. കാറ്റിൻ്റെ ശീൽക്കാര ശബ്ദവും ചീവീടുകളുടെയും പ്രാണികളുടെയും ശബ്ദവുമല്ലാതെ മറ്റൊന്നും ആ ഗ്രാമത്തിൽ ഉയർന്നു കേട്ടില്ല. ഗ്രാമത്തിൽ നിന്നും ഇതിനോടകം തന്നെ പലരും പലായനം ചെയ്ത് മറ്റ് ഗ്രാമങ്ങളിലേക്ക് പോയിരുന്നു. ശിവപുര എന്ന ഈ ഗ്രാമത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ വലിയ കഷ്ടമാണ്. അവിടെ ഇപ്പോഴുള്ള ആളുകൾ തന്നെ ഭയന്നാണ് തങ്ങളുടെ കുടിലുകളിൽ താമസിക്കുന്നത്. നേരം ഇരുട്ടി കഴിയുമ്പോഴേക്കും അവരുടെ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലും ഗ്രാമത്തിനുള്ളിലും കടുവയുടെ ഉഗ്രമായ ഗർജനവും കാൽപതന ശബ്ദവും കേൾക്കുവാൻ സാധിക്കും. ഗർനാഥിൻ്റെ കൂരയ്ക്കടുത്തുകൂടി ഒരു കടുവ നടന്നു പോയതിൻ്റെ കാലടി ശബ്ദവും അവളുടെ മുരൾച്ചയും കേട്ടിരുന്നു. അധികം വൈകാതെ തൻ്റെ കുടിലിൻ്റെ കവാടത്തിൽ ആഞ്ഞു മാന്തിയതിൻ്റെ ശബ്ദവും അയാൾ കേട്ടു. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ധാമിയുടെ ഒരു വേട്ടക്കഥയാണ്. തൻ്റെ ജീവൻ പണയം വെച്ച് താൻ നടത്തിയ ഒരു വേട്ടയുടെ കഥ, ഒരു കടുവയെ കൊലപ്പെടുത്തിയ കഥ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ആദ്യമായി ആ കടുവയും അതിൻ്റെ കുട്ടികളെയും കണ്ടത് ബല എന്ന ഗ്രാമത്തിലാണ്. അതിനടുത്തുകൂടി കടന്നു പോകുന്ന അരുവിയിൽ നിന്നും മീൻ പിടിക്കുവാൻ പോയ ഒരു ബാലനെ ആ പെൺകടുവ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതും തൻ്റെ കുട്ടികളുമൊത്ത് അവനെ ആഹരിക്കുന്നതും അവിടുത്തെ ഗ്രാമത്തിലുള്ളവർ കണ്ടിരുന്നു.
അവർ വല്ലാതെ ഭയപ്പെടുകയും ഉച്ചത്തിൽ അലറുകയും അവയ്ക്ക് നേരെ വലിയ കല്ലുകൾ വലിച്ചെറിഞ്ഞ് അവയെ വനത്തിലേക്ക് ഓടിച്ചു വിടുകയും ചെയ്തു. അതിനുശേഷമാണ് മീൻ പിടിക്കുവാൻ പോയ ആ പയ്യൻ്റെ ശരീരം വീണ്ടെടുക്കുവാൻ പോലും സാധിച്ചത്. ശരീരത്തിലെ പാതി മാംസവും അവർ ആഹരിച്ചിരുന്നു. നരഭോജി കുട്ടികൾ ആ ഗ്രാമത്തെ വല്ലാതെ ഭയത്തിലാഴ്ത്തിയിരുന്നു. അങ്ങനെ അവിടുത്തെ ഗ്രാമമുഖ്യൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ വനത്തിലേക്ക് കയറുകയും പാട്ടകളും ചെണ്ടകളും കുട്ടി ആ കടുവയെയും അതിൻ്റെ കുട്ടികളെയും അവിടെ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്തു. തുടക്കകാലങ്ങളിൽ ആ കടുവ വലിയ പ്രകോപനങ്ങളൊന്നും ആളുകൾക്ക് നേരെ തീർത്തിരുന്നില്ല. പൊതുവെ ഭയമായിരുന്നു. ആളുകളുടെ സാന്നിധ്യം അതിനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു, ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് അവയിലെല്ലാം തികച്ചും വ്യത്യസ്തമായാണ് അവൻ പെരുമാറുന്നത്. ആളുകളെ ഒന്നും അവർക്കിപ്പോൾ ഭയമില്ല. രാവിലെയെന്നോ രാത്രിയെന്നോ ഇല്ലാതെ അവയ്ക്ക് വിശക്കുമ്പോൾ നായാട്ടിന് വേണ്ടി തൻ്റെ കുട്ടികളുമായി അവർ ഗ്രാമത്തിലേക്ക് ഇറങ്ങും. അവിടെ നിന്നും ആ കടുവ തൻ്റെ കുട്ടികളെയും കൊണ്ടുപോയത് തഗ്ഡ്വാര എന്ന താരതമ്യേന ചെറിയ ഒരു ഗ്രാമത്തിലേക്കായിരുന്നു. കന്നുകാലികൾക്ക് പുറമേ ആട്ടും പറ്റങ്ങളെയും മേയിച്ചിരുന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരെയും ആ കടുവ ആക്രമിച്ചു. അവരുടെ ആടുകളെയും മാടുകളെയും അവർ വേട്ടയാടി ആവോളം ആഹരിച്ചു. പിന്നീടുള്ള മാസങ്ങൾ അവിടെ തന്നെയായിരുന്നു ആ കടുവയും കുട്ടികളും തമ്പടിച്ചത്. അവിടെ ഒരു നരവേട്ട നടത്തിയതായി ഞങ്ങളുടെ അറിവിലൊന്നുമില്ല. എന്നാൽ അവിടെ നടത്തിയത് ആടുകളെയും മാടുകളെയും വേട്ടയാടിക്കൊണ്ടുള്ള അവിടുത്തെ ഗ്രാമീണരുടെ സമ്പത്തിന് മേലുള്ള കടന്നുകയറ്റം പോലെയായിരുന്നു. സാമ്പത്തികമായി തകരുകയും പട്ടിണിയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു ആ ഗ്രാമം. പിന്നീട് അവിടെ നിന്നും കുറേശ്ശെയായ ആളുകൾ പല സ്ഥലങ്ങളിലേക്കും പലായനം ചെയ്തു പോയി. പിന്നെ കുറച്ചു കാലം ആ ഗ്രാമത്തിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അവിടെ നിന്നും ഏറെക്കുറെയും കൂടുതൽ ആളുകളും പോയത് ബില എന്ന ഗ്രാമത്തിലേക്കായിരുന്നു. പിന്നെ കുറച്ചുപേർ ഞങ്ങളുടെ ഈ ഗ്രാമത്തിലേക്കും വന്നിരുന്നു. അങ്ങനെ തികച്ചും വിജനമായ ഗ്രാമത്തിൽ അവയ്ക്ക് ആഹാരം ചെയ്യുവാൻ പാകത്തിനൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പിന്നെ അവർ ലക്ഷ്യം വെച്ചത് ഞങ്ങളുടെ ഈ ചെറിയ ഗ്രാമത്തെ ആയിരുന്നു. അവർ അവിടെ നിന്നും ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ അരികിലേക്ക് കുടിയേറി പാർത്തപ്പോഴേക്കും തഡ്വാര എന്ന ഗ്രാമം ഒരു ശവപ്പറമ്പ് പോലെ മൂകവും ശാന്തവുമായിരുന്നു. പിന്നെ ഏകദേശം മാസങ്ങൾക്ക് ശേഷമാണ് അവിടെ നിന്നും മറ്റ് ഗ്രാമങ്ങളിലേക്ക് പോയ ആളുകൾ തിരിച്ച് അവിടേക്ക് വീണ്ടും കുടിയേറി പാർത്തത്. അതിനും വേണ്ടി വന്നു മാസങ്ങളോളം. അപ്പോഴേക്കും അവർ കണ്ട പോലെ ആയിരുന്നില്ല ആ കടുവ ഞങ്ങളുടെ ഗ്രാമത്തിൽ പെരുമാറിയിരുന്നത്. വിശപ്പും മനുഷ്യരവരെ ദ്രോഹിച്ചതുമെല്ലാം അവയുടെ മനസ്സിൽ കണ്ടു കാണണം. അതുമാത്രമായിരിക്കില്ല, മാസങ്ങൾക്ക് ശേഷം തൻ്റെ കൂടെ വന്ന തൻ്റെ കുട്ടികളും വളർന്നിരിക്കുന്നു. അവരും ഇപ്പോൾ അക്രമാസക്തരായി കഴിഞ്ഞിരിക്കുന്നു. നരഭോജിയായ അമ്മ കടുവയുടെ കൂടെ നടന്ന് കുട്ടികളും മനുഷ്യൻ്റെ മാംസത്തിൻ്റെ രുചി അറിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും നിരവധി പേരെ അവർ കൊല്ലുകയും ആഹരിക്കുകയും ചെയ്തു. വനത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന ആളുകളെ തിരക്കി ആരും തന്നെ അവയുടെ പുറകിൽ പോകുവാൻ ധൈര്യപ്പെട്ടില്ല. എല്ലാവർക്കും ഭയമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും വനത്തിനുള്ളിൽ വെച്ച് അവയുടെ അവശിഷ്ടങ്ങൾ എല്ലും കഷ്ണങ്ങളായി കിട്ടുക മാത്രമായിരുന്നു പതിവ്. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന സമയമാണ് തഗ്ഡ്വാര എന്ന ഗ്രാമത്തിന് അരികിൽ കുറച്ചു മാറി ഒരു ടിമ്പർ ഫാക്ടറി വരുന്ന കാര്യം ഞങ്ങൾ അറിയുവാൻ ഇടയായത്. ഹെർമാഡ് ബ്രദേഴ്സിൻ്റെ ആയിരുന്നു ആ കമ്പനി. ഹെർമാഡും റൂസ് ഹെയിലും ചേർന്ന് നടത്തുന്ന ഒരു ടിമ്പർ ഫാക്ടറി ആയിരുന്നു അത്. അവർക്ക് വേണ്ട പേപ്പറും കാര്യങ്ങളും എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ക്ലിയറാക്കി കിട്ടിയിരുന്നു. ഇനിയും അവർക്ക് വേണ്ടത് ടിമ്പർ ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു സ്ഥലവും ആളുകളെയും മാത്രമാണ്. അതിനുശേഷം അവിടേക്ക് വേണ്ട സാധന സാമഗ്രികളെല്ലാം അവർ പുറത്തു നിന്നും കൊണ്ടുവരും. എന്നാൽ അവർ ഞങ്ങളുടെ ഗ്രാമത്തിൽ എത്തിയപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു നരഭോജിയായ കടുവയുടെ കാര്യവും അതിൻ്റെ കുട്ടികളുടെ കാര്യവും അവരറിയുവാനിടയായത്. ഇങ്ങനെയൊരു ഭീഷണി ഈ പ്രദേശത്തുള്ളത് കൊണ്ട് തന്നെ ആരെയും അവർക്ക് ടിമ്പർ ഫാക്ടറിയിലേക്കുള്ള പണിക്ക് വേണ്ടി കിട്ടില്ല എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഏകദേശം 2 മാസങ്ങളോളം അവർ ഇതിനു വേണ്ടി കാത്തിരുന്നു, ആ കടുവ തിരികെ വനത്തിലേക്ക് പോകുന്നത് കാത്ത്. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ആ കടുവയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളുടെ എണ്ണം കൂടിയതല്ലാതെ അതൊട്ടും കുറഞ്ഞതുമില്ല. അതിനിടയിൽ നിരവധി ആളുകളുടെ ജീവനും അവിടെ പൊലിഞ്ഞുപോയി. തഡ്വാര എന്ന ഗ്രാമത്തിൽ നിന്നും ഏകദേശം 3 മൈൽ മാറി അവർ ടിമ്പർ ഫാക്ടറി തുടങ്ങാനുള്ള സ്ഥലവും മറ്റും കണ്ടെത്തുകയും അവിടെ പണിയും തുടങ്ങിയതുമാണ്. ഒരു ദിവസം രാത്രിയിലാണ് അത് സംഭവിച്ചത്. നനയ്ക്കാത്ത നേരത്ത് അവരുടെ ടിമ്പർ ഫാക്ടറിയുടെ പണി നടക്കുന്ന സ്ഥലത്തേക്ക് കടുവയും തൻ്റെ കുട്ടികളും കടന്നു വന്നു. ഒരു രാത്രിയിലായിരുന്നു അത് സംഭവിച്ചത്. ടിമ്പർ ഫാക്ടറിക്ക് കാവൽ കിടന്ന കാവൽക്കാരനെയായിരുന്നു ആ കടുവ ആക്രമിച്ച് കൊന്നുകൊണ്ടുപോയത്.
കൊന്നുകൊണ്ട് പോകുക മാത്രമല്ല ചെയ്തത്, ടിമ്പർ ഫാക്ടറിയുടെ ഉള്ളിൽ വെച്ച് അയാളെ ഭക്ഷിക്കുക കൂടി ചെയ്തു. പിറ്റേന്ന് കാലത്തെ ടിമ്പർ ഫാക്ടറിയുടെ പണി നടക്കുന്ന സ്ഥലത്തേക്കെത്തിയ തൊഴിലാളികളാണ് ഈ നടുക്കുന്ന കാഴ്ച കണ്ടത്. അത് കണ്ടതും അവർ ഭയക്കുകയും അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് ഓടിപ്പോകുകയും ചെയ്തു. വിവരമറിഞ്ഞ് ഹെർമണ്ട് സഹോദരങ്ങൾ അവിടെ എത്തുകയും കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. തലേന്ന് രാത്രിയിൽ കടുവയും തൻ്റെ 2 കുട്ടികളും ഇവിടേക്ക് എത്തിയതിൻ്റെ കാൽപ്പാടുകൾ അവിടെ നിന്നും അവർക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചു. അദ്ദേഹത്തെ കടിച്ചു കൊന്നതിൻ്റെയും വലിച്ചിഴച്ചു കൊണ്ടുപോയതിൻ്റെയും പാടുകളും കൃത്യമായി തന്നെ അവിടെ അടയാളപ്പെട്ടിരുന്നു. ചോരകൾ കൊണ്ടും വലിച്ചിഴച്ച പാടുകൾ കൊണ്ടും അത് ഭംഗിയായി അവിടെ വന്നവർക്കെല്ലാം കാണുവാനും സാധിച്ചു. അതിൻ്റെ പ്രതിയെയും കാണുവാൻ കഴിഞ്ഞു. കാരണം കാലടയാളങ്ങൾ വളരെ വ്യക്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടലും പണ്ടവുമെല്ലാം ഒരു വശത്തും മാംസം മുക്കാൽ ഭാഗവും ആകരിച്ച നിലയിലുള്ള അസ്ഥി കഷ്ണങ്ങൾ ഒരു ഭാഗത്തുമായി കിടക്കുന്നതും അവിടുത്തെ ആളുകൾ കണ്ടു. അയാളുടെ കൈ ശരീരത്തിൽ നിന്നും മാറിയാണ് കിടന്നിരുന്നത്. എങ്കിലും അതെന്തിനെയോ മുറുകെ പിടിച്ചതായി കാണുവാൻ സാധിച്ചു. അത് പരിശോധിച്ച് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അവനെ ആക്രമിച്ച സമയത്ത് കടുവയുടെ രോമങ്ങൾ അവൻ വേദനയാൽ പിഴുതെടുത്തതിൻ്റെ അടയാളങ്ങളായിരുന്നു. അവൻ്റെ കൈവശത്ത് ചുരുട്ടി വെച്ചിരുന്ന കയ്യിൽ നിറയെ കടുവയുടെ രോമങ്ങളായിരുന്നു. കഴുത്തും ശരീരത്തിൽ നിന്നും അറ്റുമാറിയ അവസ്ഥയിലായിരുന്നു. ഇതെല്ലാം ഒരു ചാക്കിലേക്ക് കെട്ടിപ്പൊതുകയും അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ സംഭവം അവിടെ അരങ്ങേറിയപ്പോൾ പണിക്ക് വേണ്ടി അവിടേക്കെത്തിയ പണിക്കാരെല്ലാം ഭയക്കുകയും അവരുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്തു. അതോടെ ടിമ്പർ ഫാക്ടറിയുടെ പണിയും അവതാളത്തിലായി. ഹെർമണ്ട് സഹോദരങ്ങൾ തിരികെ ഉത്തരാഖണ്ഡിലെ അവരുടെ മെയിൻ ഓഫീസിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്തു. ടിമ്പർ ഫാക്ടറിയിലെ 2ാമത്തെ കൊലപാതകം. ആഴ്ചകളും മാസങ്ങളുമായി യാതൊരു അനക്കവുമില്ലാതെ കിടന്ന ടിമ്പർ ഫാക്ടറിയെ പുല്ലുകളും കുറ്റിച്ചെടികളും വള്ളിപ്പടർപ്പുകളും കയ്യേറി. അവിടേക്ക് വെട്ടിക്കൊണ്ടുവന്ന പടുകൂറ്റൻ വൃക്ഷത്തിൻ്റെ തടികളിലേക്ക് വള്ളിപ്പടർപ്പുകൾ അവകാശത്തോടെ പടർന്നു കയറി. ലോറികൾ വന്ന് കയറുവാൻ ചെത്തി ഒരുക്കിയിട്ട പാതയിലേക്ക് പുല്ലുകൾ മുളപൊട്ടി ഒരു പുൽത്തകിടി പോലെ അവിടെ വളർന്ന് പന്തലിച്ചു. കുറച്ച് മാസങ്ങൾ കൂടി കടക്കുകയാണെങ്കിൽ അവിടെ ആകെ വള്ളിപ്പടർപ്പുകളും പുല്ലുകളും കുറ്റിക്കാടുകളും കൊണ്ട് നിറഞ്ഞ് വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെയാകും. അവർ വെട്ടിയിട്ട ആ വലിയ വൃക്ഷത്തിൻ്റെ തടികൾ ദ്രവിച്ചു പോകുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ തഗ്ഡാർ ഗ്രാമത്തിൽ നിന്നും ഒരു ഗ്രാമീണൻ തൻ്റെ ഒരുപറ്റം ആടുകളെ അവിടേക്ക് മേയ്ക്കുവാൻ കൊണ്ടുവന്നു. ആദ്യത്തെ ദിവസം മേയ്ക്കുവാൻ വന്നു. അന്ന് അയാൾ ഭയന്നുകൊണ്ടാണ് അവിടേക്ക് എത്തിയത്. 2ാമത്തെ ദിവസവും. എന്നാൽ ഒരാഴ്ചയ്ക്കപ്പുറം അയാൾക്ക് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. ആടുകൾ അവിടെ നന്നേ മേഞ്ഞു നടന്നു. അയാൾ വിശ്രമിക്കുവാൻ വേണ്ടി അവിടെ കിടന്നിരുന്ന ഒരു വലിയ തടിയുടെ മുകളിൽ കിടന്ന വള്ളിപ്പടർപ്പുകൾ വെട്ടിമാറ്റി വലിയൊരു വൃക്ഷത്തിൻ്റെ തണലിൽ കിടക്കുന്ന ആ മരത്തിൻ്റെ തടിയിലേക്ക് അയാൾ കിടന്നു. അല്പസമയം വിശ്രമിച്ചു. ഉച്ച കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരമായതോടെ തൻ്റെ ആടുകൾ വല്ലാതെ ശബ്ദമുണ്ടാക്കാനും അസ്വസ്ഥമായി അവിടെ ഇവിടെയായി ചിതറി ഓടുന്നതും അദ്ദേഹം കേട്ടു. പെട്ടെന്ന് അദ്ദേഹം ഉണർന്നു. ഒരു ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ് ചുറ്റുപാടും നടക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കണ്ണാകെ മങ്ങിയ അവസ്ഥയിലായിരുന്നു. തൻ്റെ കൈകൾ കൊണ്ട് കണ്ണ് നല്ലപോലെ തിരുമ്മി മുന്നിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നു ആ കടുവ. തന്നെ രൂക്ഷമായി നോക്കി. ആ 2 കുട്ടികളുമൊത്ത് അവ ഇവനെ ആക്രമിക്കാൻ തന്നെ കൂപ്പുകൂട്ടി നിൽക്കുകയാണ്. പതിയെ ആ കടുവ പമ്മി ഒന്നിരുന്നു. തൻ്റെ പിൻകാലുകളിലേക്ക് സർവ്വശക്തിയും എടുത്ത് വായുവിലൂടെ കുതിച്ച് അവൻ്റെ മുകളിലേക്ക് ചാടി വീണിരിക്കുന്നു. ആ വലിയ തടിയുടെ മുകളിലിട്ട് അവനെ കടിച്ചു കുടഞ്ഞു. ആ തടിയാകെ രക്തത്താൽ കുളിച്ചു. നേരം ഇരുട്ടിയിട്ടും ആട്ടുംപറ്റകളെ മേയ്ക്കുവാൻ പോയ ആട്ടിടയൻ ഗ്രാമത്തിലേക്ക് തിരികെ വരാത്തതിൽ അവിടുത്തെ ഗ്രാമീണർക്ക് സംശയമുണർന്നു. എന്നാൽ കുറച്ചുകൂടി ഇരുട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പതിയെ കുറച്ചാടുകൾ മാത്രം ഗ്രാമത്തിലേക്ക് തിരികെ എത്തി. വലിയ ആട്ടിൻകൂട്ടത്തിൽ നിന്നും കുറച്ചാടുകൾ മാത്രം ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. അവിടേക്ക് പോയ ആ ആട്ടിടയൻ്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ഗ്രാമത്തലവൻ അവരോട് പറഞ്ഞു, ഈ രാത്രിയിൽ ഇനിയും ഇപ്പോൾ അവനെ തിരക്കി പോകണ്ട. എല്ലാം ഇപ്പോഴേക്കും കഴിഞ്ഞിരിക്കണം. അവിടേക്ക് പോകുമ്പോഴേക്കും ഞാൻ അവനോട് പറഞ്ഞതാണ് അവിടെ പോകരുത്, അവിടെ പോകുന്നത് ആപത്താണെന്ന്. എന്നാൽ അവൻ എൻ്റെ വാക്ക് ധിക്കരിച്ചാണ് അവിടേക്ക് പോയത്. എന്തായാലും നേരം പുലരട്ടെ, നമുക്കിതിനുള്ളൊരു പരിഹാരം കാണാം. നേരം പുലർന്നു കഴിഞ്ഞ് ഗ്രാമത്തലവൻ അവിടുത്തെ ആളുകളെ വിളിച്ചു. അവരുടെ കൈവശമുണ്ടായ ആയുധങ്ങൾ എടുത്തുകൊണ്ട് പഴയ ടിമ്പർ ഫാക്ടറി നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഗ്രാമത്തലവൻ പറഞ്ഞു, നമ്മൾ പോകുന്നത് നരഭോജിയായ ഒരു കടുവ പിടിച്ചുകൊണ്ടുപോയ നമ്മുടെ സഹോദരനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. രക്ഷിക്കുവാനല്ല,
അവൻ്റെ ശരീരം വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. അവൻ്റെ ശരീരം ഇപ്പോൾ ഏതവസ്ഥയിലാണെന്ന് നമുക്കറിയുവാൻ സാധിക്കില്ല. ഒരു പക്ഷേ നമ്മൾ പോകുമ്പോൾ ആ കടുവ ആ ശരീരം ഭക്ഷിക്കുകയായിരിക്കാം. അതിനെ തുരത്തി വേണം ആ ശരീരം വീണ്ടെടുത്ത് ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഗ്രാമത്തലവൻ പറഞ്ഞു. ആളുകൾ സമ്മതം മൂളി. വിഷമത്താൽ ആ സംഘം ആ ടിമ്പർ ഫാക്ടറി ലക്ഷ്യമാക്കി നടന്നു. 3 മൈലുകൾക്കപ്പുറമുള്ള ടിമ്പർ ഫാക്ടറിയിലേക്ക് അവർ എത്തിയതും അവിടെയെല്ലാം ചിതറി മേഞ്ഞു നടക്കുന്ന ആട്ടുംപറ്റങ്ങളെ അവർ കണ്ടു. ഒരാൾ അതിനെയെല്ലാം ഒരുപാട് സമയത്തെ പ്രയത്നത്തിന് ശേഷം തടുത്തുകൂട്ടി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുവാനും ആരംഭിച്ചു. കുറച്ചു പേർ ഗ്രാമത്തലവനെ പിന്തുടർന്നുകൊണ്ട് ടിമ്പർ ഫാക്ടറി ലക്ഷ്യമാക്കി നടന്നു. നിങ്ങൾ എന്താണ് ഇങ്ങനെ പയ്യെ നടക്കുന്നത്? മുന്നിലോട്ട് വരൂ. വളരെ വേഗം തന്നെ നമുക്ക് അവിടെ എത്തിച്ചേരേണ്ടതാണ്. ആ ശരീരത്തിന് എന്താണ് പറ്റിയതെന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുകയില്ല. വളരെ വേഗം നടക്കൂ. നീ ഇതിനെയെല്ലാം കൊണ്ട് ഗ്രാമത്തിലേക്ക് പോകൂ. അയാൾ ഇങ്ങനെ ആജ്ഞാപിച്ചു. അതിനുശേഷം മുന്നിൽ തന്നെ ഗ്രാമത്തലവൻ നടന്നു. അദ്ദേഹത്തിൻ്റെ കൈവശത്ത് മൂർച്ചയേറിയ ഒരു വാക്കത്തി ഉണ്ടായിരുന്നു. തൻ്റെ മുന്നിൽ കണ്ട കമ്പും കോലും വള്ളിപ്പടർപ്പുകളെല്ലാം അയാൾ വെട്ടി നീക്കി മുന്നിലേക്ക് വീശി വീശി നടന്നു. അല്പസമയത്തിന് ശേഷം അവർ ആ ടിമ്പർ ഫാക്ടറിയുടെ കവാടത്തിന് മുന്നിലെത്തി. ടിമ്പർ ഫാക്ടറിയിലേക്ക് കയറുകയും ചെയ്തു. മാടുകളെ കൊണ്ട് മേയിച്ചത് കൊണ്ട് തന്നെ അവിടേക്ക് പടർന്ന വള്ളിപ്പടർപ്പുകളും പുൽനാമ്പുകളുമെല്ലാം ആടുകൾ ഭക്ഷിച്ചിരിക്കുന്നു. അവർ മുന്നിലേക്ക് വീണ്ടും നടന്നു കയറി. ടിമ്പർ ഫാക്ടറിയുടെ മുന്നിലായി നിന്ന് ആ വലിയ മരത്തിന് ചുവട്ടിൽ കിടന്നിരുന്ന ആ വലിയ തടിയിലേക്ക് അവരുടെ ശ്രദ്ധ പോയി. ആ തടിയാകെ രക്തത്താൽ ചുവന്നിരിക്കുന്നു. അവർ പതിയെ അതിനരികിലേക്ക് പോയി. ഗ്രാമത്തലവൻ ആ തടിയിൽ തൊട്ടു നോക്കി. കൈയൊന്നും മണപ്പിച്ചു. രക്തത്തിൻ്റെ മണം. അദ്ദേഹം ഗ്രാമീണരോടായി പറഞ്ഞു, ഇത് അവൻ്റെ രക്തമാകാനാണ് സാധ്യത കൂടുതൽ. ഇത് നല്ലപോലെ തടിയിലേക്ക് ഉണങ്ങിപ്പറ്റിയിരിക്കുന്നു. സംഭവം നടന്നിട്ട് മണിക്കൂറുകൾ തന്നെ ആയിരിക്കുന്നു. എങ്കിലും രക്തത്തിൻ്റെ മണം ഇപ്പോഴും ഈ തടിയിലുണ്ട്. ഈ ട്രാക്കുകൾ പിന്തുടർന്ന് പോകുകയാണെങ്കിൽ അവൻ്റെ ശരീരം ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചേക്കും. അവിടെ കണ്ട കടുവയുടെ കാൽപ്പാടും രക്തത്തുള്ളികളെയും പിന്തുടർന്നുകൊണ്ട് അവർ ഏകദേശം ഒരു 200 യാർഡ് കൂടി മുന്നിലേക്ക് നടന്നു കാണണം. ടിമ്പർ ഫാക്ടറിയിലെ പുറകിലെ കുറ്റിക്കാടിൽ നിന്നും അവർക്ക് അവൻ്റെ ശരീരം കണ്ടെത്തി. എന്നാൽ ആ ശരീരത്തിൽ മിച്ചമെന്ന് പറയുവാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൈകളും കാലുകളും മാത്രമാണ് അവശേഷിച്ചത്. നട്ടെല്ലും വാരിയലുകളും ഒടിഞ്ഞു ഞുറുങ്ങിയ അവസ്ഥയിലും അസ്ഥികഷ്ണങ്ങൾ ചിന്നിച്ചിതറിയ അവസ്ഥയിലുമായിരുന്നു അവിടെ കിടന്നിരുന്നത്. അവിടെ കിടന്നിരുന്ന ശരീരാവശിഷ്ടങ്ങൾ അവരൊരു തുണിയിലേക്ക് കെട്ടിപ്പൊതുകയും ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. അവർ വളരെ വേഗം തന്നെയാണ് ആ ശരീരം കണ്ടെത്തിയത്. അത് മറ്റൊന്നുമല്ല, അവിടേക്ക് പറന്നിറങ്ങിയ കഴുകന്മാർ ആ മൃതദേഹത്തെ ആഹരിക്കുന്നുണ്ടായിരുന്നു. മുഖത്തെ കണ്ണുകളും മറ്റും അത് കൊത്തിയെടുത്തിരുന്നു. ഇവിടേക്ക് വരുവാൻ കുറച്ചുകൂടി താമസിച്ചിരുന്നുവെങ്കിൽ ആ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും നഷ്ടമായേനെ. പൂർണ്ണമായും കഴുകന്മാർ കൊത്തിത്തിന്നേനെ. ഗ്രാമത്തലവൻ പറഞ്ഞു, വേഗമാകട്ടെ. ഇനിയും ഇപ്പോൾ അവർ ഇവിടേക്ക് മടങ്ങിയെത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് നാട് പിടിക്കേണ്ടതാണ്. വളരെ വേഗം ആ കൈകളെടുക്കൂ, ആ തലയെടുത്തിടൂ. വേഗം വേഗം വേഗമാകട്ടെ, അയാൾ ആജ്ഞാപിച്ചു. മിച്ചം വന്ന ആടുകളെ ഇവിടെ തന്നെ ഉപേക്ഷിക്കൂ. ഇവയെ തടുത്തു കൂട്ടുവാൻ ഇനിയും നമ്മുടെ കൈവശം സമയമുണ്ട് എന്ന് വരില്ല. ഇവയെ ആ കടുവ തന്നെ ആഹരിച്ചോട്ടെ. അത്രയെങ്കിലും സമാധാനം നമ്മുടെ ഗ്രാമത്തിൽ വരും. അവശേഷിച്ച ആടുകളെ അവിടെ തന്നെ ഉപേക്ഷിച്ച് ഗ്രാമത്തലവനും ആ സംഘവും തിരികെ 3 മൈലുകൾക്കപ്പുറമുള്ള അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങി. പിന്നീട് ആരും തന്നെ ആ ഗ്രാമത്തിൽ നിന്നും ആ ടിമ്പർ ഫാക്ടറിയുടെ പരിസരത്തേക്ക് പോകാതെയായി. മിച്ചം വന്ന ആടുകളെ ഒരു പക്ഷേ ആ കടുവകളും കുട്ടികളും ചേർന്ന് ആഹരിച്ചിരുന്നേക്കാം. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 1 മാസമായി ആ കടുവയുടെ യാതൊരു ശല്യവും ശിവപുര എന്ന ഗ്രാമത്തിലുണ്ടായിരുന്നില്ല. ഘർനാഥിൻ്റെ മകളുടെ കല്യാണം. ശിവപുരയിലെ ഗ്രാമത്തലവനായ ഘർനാഥിന് ഒരേ ഒരു മകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയം അവളുടെ കല്യാണം നടക്കുവാൻ പോകുകയാണ്. പല ഗ്രാമങ്ങളിൽ നിന്നും പല വിശിഷ്ടാവധികളെയും അദ്ദേഹം തൻ്റെ ഗ്രാമത്തിലേക്ക് വിളിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ബെല്ല എന്ന ഗ്രാമത്തിലേക്ക്, അതായത് ആ കടുവയെ ആദ്യമായി കണ്ട ആ ഗ്രാമത്തിലേക്ക് ശിവപുരയിൽ നിന്നും ഗ്രാമത്തലവൻ്റെ ഒരു സന്ദേശകനെ അയച്ചിരുന്നു. എന്നാൽ വൈകുന്നേരമായിട്ടും ആ സന്ദേശകൻ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയില്ല. അതോടെ ആ സന്ദേശം കൊണ്ടുപോയ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അംഗമായ ഒരാൾ തൻ്റെ ദുഃഖം അറിയിക്കുവാൻ വേണ്ടി ഗ്രാമത്തലവനെ കാണുവാൻ വേണ്ടി വന്നിരുന്നു. ഗ്രാമത്തലവൻ പറഞ്ഞു, ഒരു പക്ഷേ സമയമേറെ വൈകിയപ്പോൾ അവൻ ബെല്ലായി തന്നെ തങ്ങിയതായിരിക്കാം. അവൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ. ധാരാളം മദ്യം കിട്ടുന്ന പ്രദേശമാണത്. ഒരു പക്ഷേ അവൻ ആവോളം അത് പാനീയം ചെയ്ത് കാണണം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മര്യാദ അനുസരിച്ച് അവിടെ തന്നെ താമസിച്ചും കാണണം. നേരം പുലരുമ്പോൾ തന്നെ അവൻ ഇങ്ങോട്ട് തിരിച്ചു പോരും. ഉച്ചയാകുമ്പോഴേക്കും അവൻ നമ്മുടെ ഗ്രാമത്തിൽ എത്തിക്കോളും. നിങ്ങളിപ്പോൾ സമാധാനത്തോടെ പോയി കിടന്നുറങ്ങും. ഗ്രാമത്തലവന് ഇത്രയും പറഞ്ഞെങ്കിലും ഒരു വേവലാതി ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഉച്ചയായപ്പോഴും അദ്ദേഹത്തെ കാണാത്തതുകൊണ്ട് ഘർനാഥും ഒരു ചെറിയ സംഘവും ബെല എന്ന ഗ്രാമത്തിലേക്ക് പോയി.
പോകുന്ന വഴിയിൽ അവർ നമ്മൾ മുന്നേ പറഞ്ഞ തഗ്ഡുവാർ എന്ന ആ ചെറിയ ഗ്രാമത്തെയും സന്ദർശിച്ചിരുന്നു. അവിടെ തിരക്കിയപ്പോൾ അവർക്ക് അറിയുവാൻ സാധിച്ചത് ഉച്ചയ്ക്ക് മുന്നേ ആ സന്ദേശകൻ ഇവിടെ എത്തിയെന്നും ഗ്രാമത്തലവനെ ആ കല്യാണത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള സന്ദേശം നൽകിയെന്നുമാണ് അയാൾ പറഞ്ഞു. തഗ്ഡ്വാർ എന്ന ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ പറഞ്ഞു, നിങ്ങളുടെ സന്ദേശകൻ ഇന്നലെ ഉച്ചയ്ക്ക് മുന്നേ ഇവിടെ എത്തിയിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഇവിടേക്ക് സ്വീകരിക്കുകയും ചെയ്തു. വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ അദ്ദേഹത്തോട് വരാമെന്ന് പറഞ്ഞത്. ഇവിടെ നിന്നും ബെലായിലേക്ക് പോകുകയാണെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. ഏറെ വൈകാതെ പൊയ്ക്കോളാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പോകുന്നതിന് മുന്നേ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. കടുവയുള്ള മേഖലയിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്നും മുൻകരുതൽ വേണമെന്നും ഇതുവരെ മടങ്ങിയെത്തിയില്ല എങ്കിൽ അദ്ദേഹത്തെ ഇനിയും തിരക്കി പോകണ്ട എന്നും അയാൾ പറഞ്ഞു. ഖേർനാഥ് പറഞ്ഞു, അദ്ദേഹം എൻ്റെ ഗ്രാമത്തിലെ ഒരു അംഗമാണ്. അദ്ദേഹത്തെ തിരക്കി ഞാനല്ലെങ്കിൽ പിന്നെ ആര് പോകാനാണ്. പിന്നെ ഒട്ടും വൈകാതെ തന്നെ ബെല എന്ന ഗ്രാമം ലക്ഷ്യമാക്കി ആ സംഘം നടന്നു നീങ്ങി. ബെലയിലും എത്തിയപ്പോൾ അവർക്കും അറിയുവാൻ സാധിച്ചത് ആ സന്ദേശകൻ ഉച്ച കഴിഞ്ഞതോടെ ഇവിടെ എത്തിയെന്നും വൈകുന്നതിന് മുന്നേ അവിടെ നിന്നും തിരികെ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോയി എന്ന വാർത്തയുമായിരുന്നു. എന്നാൽ ഇത് സംഭവിച്ചിരിക്കുന്നത് വഴിക്ക് വെച്ച് തന്നെയാണ്. ബെല്ലയിൽ നിന്നും ഒരു കൂട്ടം ആളുകളും ഇവിടുന്ന് പോയ ഒരു കൂട്ടം ആളുകളും കൂടി ചേർന്ന് അദ്ദേഹത്തെ അന്വേഷിച്ച് ഒരു വലിയ തിരച്ചിൽ തന്നെ നടത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തെ എവിടെ വെച്ചാണ് കാണാതായെന്നോ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്നോ അറിയുവാൻ ആർക്കും സാധിച്ചില്ല. അങ്ങനെ ഏകദേശം ഉച്ച കഴിഞ്ഞതോടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയും ഖേർനാഥും സംഘവും തിരികെ അവരുടെ ശിവപുര എന്ന ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞുള്ള ഖേർനാഥിൻ്റെ മകളുടെ കല്യാണം കഴിയുകയും നായാഗൗൺ എന്ന ചെറിയ ഗ്രാമത്തിലേക്ക് അവളും അവളുടെ ഭർത്താവുമായി പോകുകയും ചെയ്തു. ഗിർവ നദിയുടെ മറുകരയിലാണ് ആ ചെറിയ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് അവർ വൈകുന്നതിന് മുന്നേ പോവുകയും ചെയ്തു. ആഘോഷത്തിൻ്റെ ഒരു ദിവസം തന്നെയായിരുന്നു അന്ന് ഗ്രാമത്തിൽ അരങ്ങേറിയത്. വെളുക്കുവോളം മദ്യം ആ ഗ്രാമത്തിൽ വിതരണം ചെയ്തു. പലരും മദ്യപിച്ചുകൊണ്ട് ഗ്രാമത്തിൻ്റെ തെരുവുകളിൽ തന്നെ കിടന്നുറങ്ങി. അർദ്ധരാത്രി കഴിഞ്ഞ് കാണണം. പൂർണ്ണമായും ഗ്രാമത്തിലെ വെളിച്ചം കെട്ടു. ഗ്രാമത്തിൻ്റെ നടുവിൽ തീക്കണലുകൾ മാത്രം അവശേഷിച്ച് നിൽക്കുന്ന സമയം ഒരു ചെറിയ പുക, തീക്കണലിൽ നിന്നും ഉയർന്നു വരുന്ന ആ ചെറിയ പുക ഗ്രാമത്തിലെങ്ങും പതിയെ പടർന്നു. അങ്ങനെയുള്ള ആ രാത്രിയിൽ നിശബ്ദമായി കിടക്കുന്ന ആ പ്രദേശത്തേക്ക് അവൾ കടന്നു വന്നു. അവൾ മാത്രമായിരുന്നില്ല, അവളുടെ 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഗ്രാമത്തിൻ്റെ തെരുവുകളിൽ കിടന്നുറങ്ങിയിരുന്നവരെ അവർ ആക്രമിച്ചു. ഏകദേശം 1 വയസ്സിനോടടുത്ത് പ്രായമുള്ള 2 കടുവകളും 8 വയസ്സിനോട് അടുത്തുള്ള ഒരു പെൺകടുവയും ചേർന്നാണ് ഈ ആക്രമണം അത്രയും ആ ഗ്രാമത്തിൻ്റെ തെരുവുകളിൽ നടത്തിയത്. അതിലേകദേശം 3-4 പേരുടെ ജീവൻ പൊലിഞ്ഞുപോയി. ഒരാളെ പൂർണ്ണമായും ഗ്രാമത്തിൽ നിന്നും കാണാതാകുകയും ചെയ്തു. ഉച്ചത്തിലുള്ള നിലവിളിയും കരച്ചിലും ആ ഗ്രാമത്തിലെങ്ങും മുഴങ്ങിക്കേൾക്കാൻ കഴിഞ്ഞു. എങ്കിലും ആരും തന്നെ അവരുടെ കുടിലുകളിൽ നിന്നും പുറത്തിറങ്ങുവാൻ വിമുഖത കാണിച്ചു. കാരണം മദ്യപിച്ച് ലക്കുകെട്ട ഒരു ജനക്കൂട്ടമാണ് അവിടെ കിടക്കുന്നതെന്നും അവരെന്തും പിച്ചും പേയുമെല്ലാം വിളിച്ചു പറഞ്ഞ് ബഹളം വെക്കുകയാണെന്നുമെല്ലാം അവിടുത്തെ ആളുകൾ ഒരുപക്ഷെ വിചാരിച്ചു കാണണം. നേരം പുലർന്നതിന് ശേഷമാണ് അവിടെ നടന്ന ആ വലിയ സംഭവങ്ങളെപ്പറ്റി അവിടുത്തെ ഗ്രാമീണർ തന്നെ അറിയുന്നത്. ഗ്രാമത്തിൻ്റെ തെരുവുകളിൽ കടിച്ചു കൊല്ലപ്പെട്ട 3 പേരുടെ ശരീരവും രക്തം പുരണ്ട വലിച്ചഴച്ച ഒരു പാതയും അവർ കണ്ടെത്തി. പിന്നെ 3 കടുവകളുടെ കാൽപ്പാടുകളും. 1 അത്യാവശ്യം വലിയ കാൽപ്പാടും 2 എണ്ണം ചെറിയ കാൽപ്പാടുകളുമായിരുന്നു. അതിൽ നിന്നുമാണ് കടുവകളുടെ പ്രായം അവർ കണ്ടെത്തിയത്. 3 പേരെ കടുവ കൊലപ്പെടുത്തി. എന്നാൽ ഒരാളെ മാത്രം അവിടെ നിന്ന് വലിച്ചിഴച്ചുകൊണ്ട് പോകുകയും ചെയ്തു. ഒരു പക്ഷേ ആ കൊന്നതത്രയും തൻ്റെ കൂടെ വന്ന കുട്ടികളാണെന്ന നിഗമനത്തിൽ അവരെത്തിച്ചേർന്നു. കാരണം ചത്തുകിടക്കുന്നവരുടെ അരികിലേക്ക് നടന്നുപോയ കാൽപ്പാടുകൾ ചെറിയ കടുവകളുടെ കാൽപ്പാടുകളായിരുന്നു. കൃത്യമായി കഴുത്തിൽ കടിക്കുവാനും ഇഴയുടെ കഴുത്തൊടിക്കുവാനും അവ ഇതിനോടകം തന്നെ പഠിച്ചിരിക്കുന്നു. ശരീരത്തിൽ ആകെ ആഴത്തിലുള്ള നഖമിറങ്ങിയ പാടുകളും മാന്തിപ്പറിച്ച പാടും കൃത്യമായി കാണുവാൻ സാധിച്ചു. ഒരാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അയാളുടെ മുകളിലേക്ക് ഒരു പക്ഷേ ആ കടുവ ചാടി വീണ് കാണണം. പിൻകഴുത്താണ് കടിച്ചൊടിച്ചിരിക്കുന്നത്. അദ്ദേഹമായിരിക്കാം തലേന്ന് രാത്രിയിൽ ഉച്ചത്തിൽ നിലവിളിച്ചത്. ഒരാളെ നിലത്തിട്ട് കടിച്ചു കുടഞ്ഞ അവസ്ഥയിലായിരുന്നു. അയാളുടെ കഴുത്തിൻ്റെ ഒരു ഭാഗം പറഞ്ഞു പോയ അവസ്ഥയിലായിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഇടത്തെ നെറ്റി തൊട്ട് വലത് ഭാഗം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ മാന്തിയപാടും കാണുവാൻ സാധിച്ചു. അതിൽ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തകർന്ന അവസ്ഥയിലുമായിരുന്നു. തള്ളക്കടുവ ഒരു ഇരയെ പിടിച്ചുകൊണ്ട് വനത്തിനുള്ളിലേക്ക് വലിച്ചിടിച്ചുകൊണ്ട് പോയപ്പോഴായിരിക്കാം തൻ്റെ ഇരകളെ കൊല്ലുന്നതിൽ കൗതുകം കണ്ടെത്തിയ കുട്ടിക്കടുവകൾ തൻ്റെ അമ്മയുടെ പിന്നാലെ വനത്തിലേക്ക് കയറിപ്പോയത്. എന്നാൽ ആ നീണ്ടുപോകുന്ന വലിച്ചിഴച്ച പാടുകൾ, 3 കടുവയുടെ കാൽപ്പാടുകൾ, രക്തം പുരണ്ട ആ പാത ആ ഗ്രാമത്തെ ആകെ നടുക്കി കഴിഞ്ഞിരുന്നു.
ഇതിനു മുന്നേ ഈ ഗ്രാമത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും ഭയാനകവും ചിന്തകൾക്ക് അപ്പുറവുമായിരുന്നു ആ 4 കൊലപാതകങ്ങളും. ഗ്രാമം ഒന്നാകെ അന്തിച്ചുപോയി, ഭയത്തിലായിരുന്നു പോയി. ഗ്രാമത്തിലെങ്ങും പൊട്ടിക്കരച്ചിലുകളും നിലവിളികളും മാത്രമായി അവശേഷിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ കുറ്റപ്പെടുത്തലുകളെല്ലാം ഏറ്റുവാങ്ങി ഗർനാഥും ആ ഗ്രാമത്തിൻ്റെ കവാടത്തിൽ നോക്കത്താ ദൂരം കണ്ണു നട്ട് അങ്ങനെയിരുന്നു. ഭയം കൊണ്ട് ആ ഗ്രാമം തന്നെ വിറച്ചു പോയിരുന്നു. ആരും ആ പാത വഴി മുന്നോട്ടു പോകുവാൻ ഭയന്നിരുന്നു. അപ്പോഴാണ് ആ ഗ്രാമത്തിലേക്ക് ഫോറസ്റ്റ് ഗാർഡായിരുന്ന ഷർഷി മിത്ര കടന്നു വരുന്നത്. അദ്ദേഹം ഒരു ഫോറസ്റ്റ് ഗാർഡാണ്. തലേ ദിവസം അയാളുടെ മകളുടെ കല്യാണത്തിന് വരാൻ കഴിയാത്തതിനെ തുടർന്ന് പിറ്റേന്ന് അവിടുത്തെ ഗ്രാമത്തലവനെ കാണുവാൻ വേണ്ടി വന്നിരുന്നതായിരുന്നു അദ്ദേഹം. ഗ്രാമത്തിൻ്റെ അരികിലൂടെ കടന്നു പോകുന്ന വനപാത വഴി അദ്ദേഹം ഗ്രാമത്തിലേക്ക് അടുത്തപ്പോൾ തന്നെ ഗ്രാമത്തിൽ നിന്നും ഉയർന്നു കേട്ട നിലവിളികളും കരച്ചിലും അദ്ദേഹത്തെ വളരെ വേഗം തന്നെ അവിടേക്ക് എത്തിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞ് തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങും വഴി ഇവിടെ കയറി ഗർനാഥിനെ കണ്ട് കഴിഞ്ഞ ദിവസം വരാത്തതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. കൂടാതെ ഗർനാഥ് തനിക്കായി കരുതിയിരിക്കുന്ന അവിടുത്തെ ഗ്രാമത്തിൽ തന്നെ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ലഹരി പാനീയം തനിക്കായി നൽകാമെന്നും പറഞ്ഞിരുന്നു. അതുകൂടി വാങ്ങിച്ചുകൊണ്ട് പോകുവാനാണ് അയാൾ ഇവിടേക്ക് എത്തിയത്. ആൾക്കൂട്ടവും കരച്ചിലും ബഹളവും നിലവിളികളും അദ്ദേഹത്തെ അവിടേക്ക് വരവേറ്റു. ആളുകളെ നീക്കം ചെയ്ത് സംഭവം എന്താണെന്ന് അറിയുവാൻ വേണ്ടി ഗർനാഥിൻ്റെ അരികിലേക്ക് അയാളെത്തി. അയാൾ അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച, ഗർനാഥ് എന്തോ ഒരു ഭാരപ്പെട്ട വസ്തു വലിച്ചിഴിച്ചുകൊണ്ട് വനത്തിലേക്ക് പോയിരിക്കുന്നതും രക്തത്തിൻ്റെ പാടം നോക്കി നിൽക്കുന്ന കാഴ്ചയാണ്. അതിൻ്റെ അരികിലായി അദ്ദേഹത്തിന് കടുവയുടെ ഏതാനും കാൽപ്പാടുകളും കാണുവാൻ സാധിച്ചു. അപ്പോഴേ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. കടുവ എന്തിനെയോ പിടിച്ചുകൊണ്ട് വലിച്ചിഴച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഭാരപ്പെട്ട എന്തോ വസ്തുവാണ്. അതെന്താണെന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം ചിന്തിച്ചത് ഒരുപക്ഷെ കന്നുകാലികളെ മറ്റുമായിരിക്കും എന്നാണ്. എന്നാൽ തൻ്റെ വശങ്ങളിലേക്ക് നോക്കിയപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മൃതദേഹങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്ന അവിടുത്തെ സ്ത്രീകളെ അവിടെ അയാൾക്ക് കാണുവാൻ സാധിച്ചു. അപ്പോൾ കാര്യമെന്താണെന്ന് മനസ്സിലായി. താൻ കരുതിയിരുന്നത് പോലെ കന്നുകാലിയോ ആടിനെയോ പോത്തിനെയോ ഒന്നുമല്ല ആ കടുവ പിടിച്ചുകൊണ്ടു പോയിരിക്കുന്നത്. ഏതോ ഒരു ഗ്രാമീണനെയാണ്. പതിയെ ആ ഗാർഡ് ഗർനാഥിൻ്റെ തോളിൽ തട്ടി വിളിച്ചു. അയാൾക്ക് അനക്കമുണ്ടായിരുന്നില്ല. അയാൾ മറ്റേതോ ഒരു ലോകത്തായിരുന്നു. അവിടേക്ക് തന്നെ തുറിച്ചു നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണ് കലങ്ങി ചുമന്നതും ആ ഗാർഡിനെ കാണുവാൻ സാധിച്ചു. ഷാർഷി ഗർനാഥിനെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടിലിലേക്ക് നടന്നു. അവിടെ എത്തി കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കി. അപ്പോഴാണ് തലേന്ന് നടന്ന സംഭവങ്ങളെപ്പറ്റി ഗർനാഥ് അയാളുമായി പങ്കുവെക്കുന്നത്. ഷാർഷി, താങ്കൾക്കറിയുമോ, തലേന്ന് രാത്രിയിൽ അവരെല്ലാം വളരെയധികം സന്തോഷത്തിലായിരുന്നു. നൃത്തം വയ്ക്കുകയും പാട്ടുപാടുകയും ആഘോഷത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ഒന്ന് നേരം ഇരുണ്ട് വെളുത്തപ്പോൾ തന്നെ എൻ്റെ ഈ ഗ്രാമത്തിൻ്റെ അവസ്ഥ അങ്ങ് കണ്ടില്ലേ? സന്തോഷത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ നിന്നും ദുഃഖത്തിൻ്റെ പടുകുഴിയിലേക്ക് ഞങ്ങളുടെ ഗ്രാമം വീണിരിക്കുന്നു. വീണ്ടും ആ നരഭോജിയും അവളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ഒരു മുക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എത്രയും വേഗം തന്നെ ഇതിനൊരു പരിഹാരം കാണണം. ഇല്ലെങ്കിൽ എൻ്റെ ഗ്രാമം ഇവിടെ അവശേഷിക്കുകയില്ല. ഇതെല്ലാം കേട്ട് ശശിമിത്ര അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. നിങ്ങൾ ഭയക്കണ്ട, എന്തെങ്കിലും ഒരു പൂവൻ വഴി നമുക്ക് കാണാം. ഇങ്ങനെ തളർന്നിരുന്നാലോ? നിങ്ങൾ ഇത്രയും സങ്കടത്തിലും ദുഃഖത്തിലും നിരാശയിലേക്കും താഴ്ന്നു പോയാൽ എങ്ങനെ നിങ്ങളുടെ ഗ്രാമം ഇതിനെ അതിജീവിക്കും? നിങ്ങളുടെ ആളുകൾക്ക് ധൈര്യം ആര് പകർന്നു നൽകും? നിങ്ങൾ വേണം ഈ ഗ്രാമത്തെ നയിക്കുവാൻ, ഗ്രാമീണർക്ക് ധൈര്യം പകർന്നു നൽകുവാൻ. നിങ്ങൾ അവിടുത്തെ ആളുകളുടെ മുഖത്തേക്ക് നോക്കൂ. നിരാശയിലും ദുഃഖത്തിലും അവർ തല കുനിച്ചു നിൽക്കുകയാണ്. ഇനിയും എന്തു വേണമെന്ന് പോലും അവർക്കറിയില്ല. നിങ്ങൾ വേണം അവരെ നയിക്കുവാൻ, ആ കടുവകളെ കൊല്ലുവാൻ. അതിനെന്തു വേണമെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നും സഹായമുണ്ടാകും. ഞാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഓഫീസിലേക്ക് മടങ്ങിപ്പോകുകയാണ്. ഇതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഗദയിൽ പ്രത്യക്ഷപ്പെട്ട കടുവ ശിവപുരയിൽ നിന്നും ഏകദേശം 4-5 മൈലോളം സഞ്ചരിച്ചു കഴിയുമ്പോൾ കർമ്മലി എന്ന മറ്റൊരു ഗ്രാമത്തിൽ എത്തിച്ചേരും. അവിടെ നിന്നും കുറച്ച് മൈലുകൾ കൂടി വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആനകളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ക്യാമ്പിൽ നിങ്ങൾ എത്തിച്ചേരും. ഗദ്ദ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്ന ആനകളുടെ ക്യാമ്പിൽ ഏകദേശം 5 താപ്പാനയും അവരുടെ പാപ്പാന്മാരും സഹായികളും ആ ക്യാമ്പിൽ ഇപ്പോൾ ഉണ്ട്.
വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. അവിടെ നിന്ന് കുറച്ചു മൈലുകൾ കൂടി മുന്നിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഗർവ എന്ന നദിയുടെ തീരത്തേക്കും എത്തിച്ചേരുവാൻ സാധിക്കും. ആ നദിയുടെ തീരത്ത് ധാരാളം ആനകൾ വെള്ളം കുടിക്കുവാൻ വേണ്ടി വരാറുമുണ്ട്. അങ്ങനെ അവിടേക്ക് കൂട്ടമായി എത്തുന്ന ആനകളെ, താപ്പാനകളെ ഉപയോഗിച്ച് ഭയപ്പെടുത്തി വനത്തിലേക്ക് ഓടിക്കുകയും അവർ മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന ഖെദ്ദ എന്ന വലിയ കൂട്ടിലേക്ക് അതിനെ ഭയപ്പെടുത്തി ഓടിച്ചു കയറ്റുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ മരങ്ങളുടെ തടികൾ കൊണ്ട് നിർമ്മിച്ച ആ വലിയ കൂട്ടിനുള്ളിൽ അകപ്പെടുന്ന ആനകളെ വീണ്ടും ഭയപ്പെടുത്തി പിള്ളക്കൊപ്പം എന്നറിയപ്പെടുന്ന ഒരു ചെറിയ കൂട്ടിലേക്ക് കയറ്റുന്നു. കൊപ്പം എന്ന് പറഞ്ഞാലും ഖെദ്ദ എന്ന് തന്നെയാണ് അർത്ഥമാകുന്നത്. ആ കൊപ്പത്തിലേക്ക് അകപ്പെടുന്ന ആനകളെ താപ്പാനകളെ ഉപയോഗിച്ച്, വടങ്ങൾ ഉപയോഗിച്ച് വരിഞ്ഞു കെട്ടുകയും മുറുക്കുകയും അതിനെ ഖെദ്ദയിൽ നിന്നും കൂട്ടിലേക്ക് അടയ്ക്കുകയും ചെയ്യുന്നു. താപ്പാനകൾക്ക് മെരുക്കാൻ പറ്റാത്ത കൊമ്പന്മാരെ അവർ അവിടെ വെച്ച് തന്നെ കുത്തിക്കൊല്ലുകയും ചെയ്യും. ഖെദ്ദയിലെ ആനകളെക്കുറിച്ചും അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അറിയുവാൻ കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ ചെയ്ത തുമായി ഓഫ് ദ എലിഫന്റ് എന്ന ആ കഥ നിങ്ങൾ കേൾക്കുക. അതിനകത്ത് വളരെ വിശദമായ കുപ്പത്തെപ്പറ്റിയും അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചയ്ക്ക് മുന്നേ നടന്ന കാട്ടാന പിടുത്തത്തിന് ശേഷം അവയെ കൂട്ടിലടച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം ബാക്കിയുള്ള താപ്പാനകളും പാപ്പാന്മാരും അവരുടെ സഹായികളും ക്യാമ്പിൽ വിശ്രമിക്കുന്ന സമയം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താൽക്കാലികമായാണ് ക്യാമ്പുകൾ നിർമ്മിക്കുന്നത്. ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ വലിയ മരത്തൂണുകളിലോ മരങ്ങളിലോ ചെങ്ങലയിൽ ആനകളെ ബന്ധിക്കുകയാണ് പതിവ്. അല്ലെങ്കിൽ കയറുകൾ കൊണ്ടോ ഇവയെ ബന്ധിച്ച് നിർത്താറുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു രാത്രിയിൽ അവരുടെ ക്യാമ്പിന് സമീപത്ത് ഒരു കടുവ കടന്നു വരികയും ക്യാമ്പിൽ ആക്രമണം നടത്തുകയും ചെയ്തു. ക്യാമ്പിൻ്റെ മധ്യത്തായി കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുന്ന വിറകിൻ്റെ വെളിച്ചത്തിൽ, ആ അരണ്ട പ്രകാശത്തിൽ അവിടെ അരങ്ങേറുന്ന സംഭവങ്ങൾ നിഴലാട്ടത്തിലൂടെ അടുത്തുള്ള ആളുകൾക്കും കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ അവർ വ്യക്തമായി തന്നെ കണ്ടു ആ കടുവ നടന്നു നീങ്ങുന്നതും അവരുടെ ക്യാമ്പിലേക്ക് നടന്നെത്തുന്നതും. അത് കണ്ടതും ഭയത്തോടെ അനങ്ങാതെ അവർ അവിടെ കഴിച്ചുകൂട്ടി. ആനകളുടെ ഉച്ചത്തിലുള്ള ചിഹ്നം വിളികൾ അവിടെ ഉയർന്നു കേട്ടു. ക്യാമ്പ് വളരെ വേഗം ഉണർന്നു. ബാക്കിയുള്ളവരും ആ കടുവയെ വ്യക്തമായി തന്നെ കണ്ടു. എന്നാൽ ആ കടുവയ്ക്ക് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. അവരുടെ ക്യാമ്പിലേക്ക് കടന്നു വരികയും ക്യാമ്പിലെ ഒരു താപ്പാനയുടെ പാപ്പാനെ ആക്രമിക്കുകയും ചെയ്തു. ആദ്യ അടിയിൽ തന്നെ അയാളുടെ കയ്യിലേക്ക് അവൻ്റെ കൂർത്ത നഖങ്ങൾ ആഴത്തിലിറങ്ങി. വേദന സഹിക്കാൻ വയ്യാതെ അയാൾ ക്യാമ്പിൽ നിന്നും ഇറങ്ങിയോടി അയാളുടെ ആനയുടെ അരികിലേക്ക്. അടുത്തേക്ക് അലറി വിളിച്ച് ഓടി വരുന്ന പാപ്പാനെ ആന തൻ്റെ തുമ്പിക്കൈയിൽ ചുരുട്ടിയെടുക്കുകയും ആനയുടെ മുകളിലേക്ക് എടുത്തു വയ്ക്കുകയും ചെയ്തു. ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാത്ത ലേവലേശമില്ലാത്ത ആ കടുവ ആനയെ ആക്രമിക്കാൻ എന്ന മട്ടിൽ അതിനരികിലേക്ക് മുന്നിലേക്ക് നടന്ന് നീങ്ങി വന്നു. അരണ്ട വെളിച്ചത്തിൽ ക്യാമ്പിലിരുന്ന ബാക്കിയുള്ളവർ ആകാംക്ഷപൂർവ്വം ആ കാഴ്ച കണ്ടു. ആനപ്പാപ്പാൻ ആനയുടെ മുകളിലിരുന്ന് വേദനയാൽ പുളഞ്ഞു. അദ്ദേഹത്തിൻ്റെ രക്തം ആനയുടെ ശരീരത്തിലേക്ക് ഇറ്റിറ്റു വീഴാനും തുടങ്ങി. തൻ്റെ യജമാനൻ്റെ വേദന അവൻ്റെ വേദനയായി അവൻ കണ്ടു കാണണം. അവന് നേരെ അടുത്ത ആ കടുവയെ അവൻ നേരിടുകയും ചെയ്തു. കടുവ ആനയ്ക്ക് ചുറ്റും വട്ടം കറങ്ങുകയും പല പ്രാവശ്യം ആനയുടെ മുകളിലേക്ക് ചാടിക്കയറാൻ ശ്രമം നടത്തുകയും ചെയ്തു. ഒരിക്കൽ ആനയുടെ മസ്തകം വരെ അവൻ ചാടിയെടുക്കുകയും അവൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് തുമ്പിക്കൈയിൽ പോറലുകൾ ഏൽപ്പിക്കുകയും ചെയ്തു. ഒരു പക്ഷേ അവൻ്റെ ശരീരത്ത് പോറലുകൾ ഏൽക്കുന്നതിന് മുന്നേ വരെ അതൊരു കളിയായി മാത്രമായിരിക്കാം ആ താപ്പാന കണ്ടിരിക്കുന്നത്. ഇവനേക്കാൾ കേമനായ ആനകളെ കാട്ടിൽ വെച്ച് ഇവൻ നേരിട്ടിട്ടുണ്ട്. കൊമ്പോട് കൊമ്പ് കോർത്തിട്ടുമുണ്ട്, കൊമ്പിൽ കോർത്ത് കൊന്നിട്ടുമുണ്ട്. തനിക്ക് പറ്റിയ എതിരാളിയല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യമൊക്കെ തുമ്പിക്കൈ കൊണ്ട് വീശി അടിക്കുകയും ഉന്തി മാറ്റുകയും മാത്രമാണ് ആ കടുവയെ ആന ചെയ്തത്. എന്നാൽ തൻ്റെ ശരീരം വേദനിച്ചതും രക്തം പൊടിയാൻ തുടങ്ങിയതും പാപ്പാൻ്റെ നിലവിളി ഉയർന്നതും അവനെ ഒരു ഭ്രാന്തനാക്കി കാണണം. തൻ്റെ മുന്നിലൂടെ തനിക്ക് മുകളിലേക്ക് കയറുവാൻ കുതിച്ച് ചാടി വന്ന ആ കടുവയെ തൻ്റെ തുമ്പിക്കൈയിൽ ഒതുക്കി മുകളിലേക്ക് ഉയർത്തിയെറിയുകയും നീട്ടിയ കൂർത്ത കൊമ്പിൽ അവനെ കോർത്തെടുക്കുകയും ചെയ്തു. അവൻ്റെ ശരീരത്തിലേക്ക് ആനയുടെ കൂർത്ത കൊമ്പ് തറച്ചു കയറി. ആ കൊമ്പിൽ കടന്ന് ആ കടുവ തൻ്റെ ജീവന് വേണ്ടി പിടഞ്ഞു. കൊമ്പിൽ നിന്നും കുലുക്കിയെറിയുകയും വാളിൽ തൂക്കി അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മരത്തിൻ്റെ തടിയിലേക്ക് ആഞ്ഞടിക്കുകയും ചെയ്തു. അതോടെ ആ കടുവയുടെ കാര്യത്തിന് തീരുമാനമായി. പിന്നെ പതിയെ തൻ്റെ മുൻകാലുകൾ ഉയർത്തിക്കൊടുക്കുകയും തൻ്റെ പാപ്പാനെ നിലത്തേക്ക് ഇറക്കുകയും ചെയ്തു. സ്നേഹപൂർവം ആ പാപ്പാൻ മകനെ എന്ന് വിളിച്ച്
അവനെ ഒന്ന് തഴുകുകയും ചെയ്തു. വളരെ വേഗം ബാക്കിയുള്ളവർ അദ്ദേഹത്തെ എടുത്തുകൊണ്ടു പോകുകയും അദ്ദേഹത്തിന് വേണ്ട അടിയന്തര വൈദ്യസഹായം നൽകുകയും ചെയ്തു. പിറ്റേന്ന് കാലത്തെ അദ്ദേഹത്തെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. ഒരു പ്രായമെത്തുമ്പോൾ തള്ളയുടെ കൂട്ടത്തിൽ നിന്നും കടുവകൾ മാറി സഞ്ചരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ അവളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ 2 കുട്ടികളിൽ നിന്നും ഒരു കുട്ടി മറ്റെവിടേക്കോ മാറിപ്പോയിരിക്കുന്നു. അവൻ്റെ അന്ത്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത്. ഒരു കൊമ്പൻ്റെ കൂർത്ത കൊമ്പിൽ ഒടുങ്ങിപ്പോയി, അല്ലെങ്കിൽ അവൾ സൃഷ്ടിച്ചെടുത്ത ആ നരഭോജിയായ അവളുടെ കുഞ്ഞ്. ഇനിയും അവശേഷിക്കുന്നത് 2 കടുവകൾ കൂടി. ഒരു കുട്ടിയും മറ്റേത് പ്രായമേറിയ തള്ളക്കടുവയും. ആനക്യാമ്പിൽ നടന്ന സംഭവങ്ങൾ ഒരു കാട്ടുതീ പോലെ അയൽ ഗ്രാമങ്ങളിലേക്ക് പടർന്നു. അവിടുത്തെ ആളുകൾ ആദ്യം കരുതിയിരുന്നത് മറ്റേതോ ഒരു കടുവയാണെന്നാണ്. പിന്നീട് ആഴ്ചകൾക്കപ്പുറം ഗ്രാമങ്ങളുടെ സമീപത്ത് പതിഞ്ഞ കാൽപ്പാടുകൾ പരിശോധിച്ച് അവർക്ക് മനസ്സിലായി 3 കടുവകളിൽ ഒരു കടുവയാണ് അന്ന് മരണപ്പെട്ടതെന്ന്. അതോടെ അവർക്ക് ആഹ്ലാദമേറി. ആ വാർത്ത ഒരു കാട്ടുതീ പോലെ എങ്ങും പടർന്നു. അങ്ങനെ ഉത്തരാഖണ്ഡിലുള്ള ടിംബർ ഫാക്ടറിയുടെ ഉടമയായ ഹെർമണ്ട് ബ്രദേഴ്സിന്റെ അരികിലേക്കും ഈ വാർത്ത ചെന്നിരുന്നു. ആദ്യമൊക്കെ അയാൾക്കത് വിശ്വസിക്കുവാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് സത്യാവസ്ഥ അറിയുവാൻ വേണ്ടി അയാൾ തിരികെ അദ്ദേഹത്തിന്റെ ടിംബർ ഫാക്ടറി ഇരിക്കുന്ന ആ ഗ്രാമത്തിലേക്ക് വന്നു, തഗ്വാറിലേക്ക്. അവിടുത്തെ ഗ്രാമീണരോട് അന്വേഷിക്കുകയും ഗ്രാമത്തിലവനെ കണ്ട് കാര്യത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം പോയത് കർമാലി എന്ന ഗ്രാമത്തിന് അരികിൽ സ്ഥിതി ചെയ്യുന്ന ആനക്യാമ്പിലേക്കാണ്. വളരെ സാഹസികമായി നരഭോജിയായ ആ കടുവയെ കൊലപ്പെടുത്തിയ ആനയെ കാണുകയും പഴക്കുലകളും ശർക്കരകളും അതിന് സമ്മാനമായി നൽകുകയും ചെയ്തു. അയാൾ അവിടുത്തെ ആളുകളോടായി പറഞ്ഞു, നിങ്ങളുടെ ഇവിടുത്തെ പണിയെല്ലാം പൂർത്തിയാകുമ്പോൾ തീർച്ചയായും എൻ്റെ ടിംബർ ഫാക്ടറിയിലേക്ക് നിങ്ങൾ വരണം. അവിടെ നിങ്ങൾക്കുള്ള ജോലി ഞാൻ തയ്യാറാക്കി തരും. അവിടെ എനിക്ക് ഈ ആനകളുടെ ആവശ്യമുണ്ട്. ഞാൻ മുന്നേ കൊണ്ടുവന്ന ആനകൾ തികച്ചും ധൈര്യമില്ലാത്തവരും പാപ്പാന്മാർ പേടിത്തൊണ്ടന്മാരുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത്. നിങ്ങളെപ്പോലുള്ളവർ എൻ്റെ അരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും എൻ്റെ ടിംബർ ഫാക്ടറി അടച്ചിടേണ്ട ആവശ്യം വരികയില്ലായിരുന്നു. അദ്ദേഹം നൽകിയ ആ ഓഫർ അവർ സ്വീകരിച്ചു. എന്നാൽ അവർക്ക് ഏകദേശം 2 മാസം കൂടി ഇവിടെ ജോലി ഉണ്ടെന്നും അവശേഷിക്കുന്ന ആനകളെ കൂടി ഇവിടെ നിന്ന് പിടികൂടി കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റ് തൊഴിലുകൾക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്നും അവർ അയാളോട് പറഞ്ഞു. ഇത്രനാൾ കാത്തിരുന്നില്ലേ? ഇത്രനാൾ അടച്ചിട്ടിരുന്നില്ലേ എൻ്റെ ടിംബർ ഫാക്ടറി? വെറും 2 മാസത്തെ കാര്യം കൂടിയല്ലേ ഉള്ളൂ. ആ നഷ്ടം ഞാനങ്ങ് സഹിക്കും. 2 മാസങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കാണുവാൻ വരും. ഇവിടുത്തെ പണി കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് കുറച്ച് മൈലുകൾ മാറിയുള്ള തഡ്വാർ എന്ന ഗ്രാമത്തിൽ നിങ്ങൾ ചെല്ലണം. അവിടെ നിങ്ങൾക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ പൂർത്തിയാക്കിയിരിക്കും. അവിടെ നിങ്ങൾക്ക് താമസിക്കാം. ഞാൻ വരുന്നിടം വരെ. വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ആ ടിംബർ ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് ബോധിപ്പിച്ചതിന് ശേഷം ഹെർമൺ ബ്രദേഴ്സ് അവർക്ക് വേണ്ട പാരിതോഷികങ്ങളും മറ്റും നൽകിയതിനു ശേഷം തിരികെ ഉത്തരാഖണ്ഡിലെ അവരുടെ ഓഫീസിലേക്ക് മടങ്ങി. അന്ന് ശിവപുരയിൽ നടന്ന ആ സംഭവത്തിന് ശേഷം ഏകദേശം 2-3 ആഴ്ച കഴിഞ്ഞ് കാണണം. ആഴ്ചയിൽ 2 വട്ടമെങ്കിലും കുറഞ്ഞത് ഷർഷി എന്ന ആ ഫോറസ്റ്റ് ഗാർഡ് ആ ഗ്രാമത്തെ സന്ദർശിക്കുമായിരുന്നു. നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി അയാളോട് പറയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ 3-ാമത്തെ ആഴ്ച അവസാനമായി അയാൾ വന്നുപോയതിനു ശേഷം പിന്നീട് അയാൾ ആ ഗ്രാമത്തിലേക്ക് വന്നില്ല. ദിവസങ്ങൾക്കപ്പുറം ഗ്രാമത്തിലേക്ക് കുറച്ച് പോലീസുകാർ വന്നു. ദിവസങ്ങളായി ഷർഷി മിത്രയെ കാണാനില്ലെന്നും ഇവിടേക്ക് അദ്ദേഹം വന്നിരുന്നു എന്ന് തിരക്കിയുമാണ് അവർ ഇവിടേക്ക് എത്തിയത്. അവസാനമായി കണ്ട കാര്യവും സംസാരിച്ച കാര്യവുമെല്ലാം ഗ്രാമത്തലവൻ അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായി. വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച അദ്ദേഹത്തെ ആ കടുവ പിടിച്ചിരിക്കുന്നുവെന്ന്. എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ശരീരം എവിടെയാണ് കിടക്കുന്നത് എന്നൊന്നും അദ്ദേഹത്തിന് അറിയുവാൻ സാധിച്ചില്ല. തൻ്റെ ഉറ്റ സുഹൃത്ത്, തൻ്റെ ഉറ്റ മിത്രത്തെ നഷ്ടപ്പെട്ട വേദന അദ്ദേഹത്തെ വല്ലാതെ മുറിപ്പെടുത്തി. ഇത്രയൊക്കെ സംഭവങ്ങൾ അവിടെ അരങ്ങേറിയിട്ടും ഗ്രാമത്തിൽ നിന്നും കുറച്ചുപേർ, വിരലെണ്ണാവുന്ന കുറച്ചുപേർ മാത്രം വനത്തിനുള്ളിലേക്ക് പോകുമായിരുന്നു. തേൻ ശേഖരിക്കുവാനും ഔഷധ സസ്യങ്ങൾ പറിക്കുവാനും കാട്ടുകിഴങ്ങുകളോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ അവിടെ നിന്നും ശേഖരിക്കുവാനും ചുള്ളിക്കമ്പുകൾ പെറുക്കുവാനുമെല്ലാം. അങ്ങനെ ഒരിക്കൽ അവിടെ നിന്നും വനത്തിലേക്ക് പോയവർ ഉൾവനത്തിൽ വെച്ച് ഒരു കാഴ്ച കണ്ടു. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അഴുകിയ അവസ്ഥയിൽ ജീർണിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരം. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും ശരീരത്തിൻ്റെ അരികിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു.
അതിൽ നിന്നും ആ ശരീരം ആരുടെയാണെന്ന് തിരിച്ചറിയുവാൻ വളരെ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാണാതായ ആ ഗാർഡിൻ്റെ തന്നെ ശരീരമായിരുന്നു അത്. മാംസമെന്ന് പറയുവാൻ ഒന്നും തന്നെ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. ഈച്ചകളും പ്രാണികളും കഴുകന്മാരുമെല്ലാം ഭക്ഷിച്ചതിൻ്റെ അവശിഷ്ടം മാത്രം ആ ശരീരത്തിൽ അസ്ഥി തെളിഞ്ഞ് കാണാൻ കഴിഞ്ഞു. അസ്ഥികൾ കിടന്നിരുന്നത് ചിന്നിച്ചിതറിയ അവസ്ഥയിലായിരുന്നു. അടുക്കാൻ പറ്റാത്ത ദുർഗന്ധമായിരുന്നു വായുവിലൂടെ വമിച്ചുകൊണ്ടിരുന്നത്. അത് നാസികളെപ്പോലും അടച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ദുർഗന്ധം. മണിയനീച്ചകളും മറ്റു പ്രാണികളും അവിടെ വട്ടം ചുറ്റി കറങ്ങുന്നുണ്ടായിരുന്നു. അവ കൂട്ടത്തോടെ ചിറകടിക്കുമ്പോഴുണ്ടാകുന്ന ആ ശബ്ദം ചെവികൾക്ക് അരോസരമായി തോന്നി. വളരെ പ്രയാസപ്പെട്ട് അവിടെ നിന്നും അദ്ദേഹത്തിന് അസ്ഥി കഷ്ണങ്ങളും മറ്റും പെറുക്കിയെടുത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും അവർ കൈമാറി. കടുവയെ പിടിക്കുവാൻ വേണ്ടി ഗ്രാമത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലുമെല്ലാം കെണികളും മറ്റും തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും അവൻ ഉടനെ പിടികൂടാമെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരോട് പറഞ്ഞിരുന്നു. ഇതിലൊന്നും അവർക്ക് വിശ്വാസമില്ലായിരുന്നു. ഗ്രാമത്തിൻ്റെ സമീപത്ത് പലയിടത്തും ആടുകളെയും അതുപോലെ കന്നുകാലികളെയും എല്ലാം കെണിയായി നിർത്തിയിട്ടുമുണ്ടായിരുന്നു. എന്നാൽ ആ കടുവ അതിനെ ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. ഒരിക്കൽ മാത്രം കെണിയായി നിർത്തിയിരുന്ന ഒരാടിനെ കടുവയും കുഞ്ഞും ചേർന്ന് പിടിച്ചുകൊണ്ടുപോയി എന്ന വാർത്ത ഒരിക്കൽ മാത്രം ഗ്രാമത്തിൽ അറിയുവാൻ സാധിച്ചു. പിന്നീട് അതുമുണ്ടായില്ല. ബില എന്ന ഗ്രാമം സന്തോഷവും ശാന്തപൂർവവും കടന്നു പോകുകയായിരുന്നു. മാസങ്ങളായി നരഭോജിയായ കടുവയുടെയോ കുഞ്ഞുങ്ങളുടെയോ യാതൊരു ശല്യവും ആ ഗ്രാമത്തിലുണ്ടായിരുന്നില്ല. എന്നാൽ ഒരിക്കൽ അർദ്ധരാത്രി കഴിഞ്ഞു കാണണം, ഗ്രാമത്തിൻ്റെ സമീപ പ്രദേശത്തു നിന്നും ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനം ആ ഗ്രാമത്തെ ആകെ വിറകൊള്ളിപ്പിച്ചു. ഗ്രാമത്തിലെ വീടുകളുടെ അതിരുകളിലൂടെ ഒരു കടുവ നടന്നു നീങ്ങിയതിൻ്റെ ശബ്ദവും കടുവയുടെ മുരൾച്ചയും കേൾക്കാൻ സാധിച്ചു. അപ്പോഴെല്ലാം അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നത്, നരഭോജിയായ കടുവ തൻ്റെ കുട്ടിയുമായിട്ടല്ലേ സഞ്ചരിക്കാറ്, എങ്കിൽ മറ്റൊരു കടുവയുടെയും കൂടി കാലടി ശബ്ദം കേൾക്കേണ്ടതല്ലേ. ഇത് മറ്റേതെങ്കിലും കടുവയായിരിക്കുമെന്നും ഇരതേടി ഇറങ്ങിയതായിരിക്കുമെന്നും അവർ ആശ്വസിച്ചു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഗ്രാമത്തിലേക്ക് ഇറങ്ങിയതായിരിക്കുമെന്നും ഇവിടുത്തെ ഏതെങ്കിലും കന്നുകാലികളെയോ ആടുകളെയോ പിടികൂടി ഭക്ഷിച്ചതിന് ശേഷം തിരികെ മടങ്ങി വനത്തിനുള്ളിലേക്ക് പോകുമെന്നും അവർ കരുതി. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. ഗ്രാമത്തിന് ചുറ്റും സഞ്ചരിച്ച ആ കടുവ ഗ്രാമത്തിൻ്റെ അരികിലുണ്ടായിരുന്ന ഒരു പൊന്തക്കാടിലേക്ക് പോയി ഒളിച്ചു. ഈ വിവരമൊന്നും ആ ഗ്രാമത്തിലെ ആളുകൾ അറിഞ്ഞിരുന്നില്ല. മണിക്കൂറുകളായി ആ കടുവയുടെ യാതൊരു ശബ്ദവും കാലടി ശബ്ദവും അവിടെ നിന്ന് കേൾക്കാത്തതിനെ തുടർന്ന് അവൻ വഴിതെറ്റി ഇതുവഴി സഞ്ചരിച്ചതായിരിക്കുമെന്നും തിരികെ വനത്തിലേക്ക് മടങ്ങിയെന്നും അവർ കരുതി. നേരം പുലർന്നു കാണണം. ഗ്രാമത്തിൻ്റെ ഒരു കുടിൽ നിന്നും ഒരു യുവതി പുറത്തേക്കിറങ്ങി. അവളിപ്പോൾ നടന്നു ചെന്നുകൊണ്ടിരിക്കുന്നത് അവളുടെ ആടുകളെ കെട്ടിയിരിക്കുന്ന ആ കൂടിനരികിലേക്കാണ്. അവയ്ക്ക് ഭക്ഷണവും വെള്ളവും വെക്കുവാൻ വേണ്ടിയും അവയെ അഴിച്ചുവിടുവാൻ വേണ്ടിയുമാണ് അവൾ അവിടേക്ക് പോയത്. അവളുടെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് ആ കടുവ ആ കുറ്റിക്കാടിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. ഒരവസരം വീണ് കിട്ടിയപ്പോൾ കുറ്റിക്കാടിന് പുറത്തേക്ക് തൻ്റെ പിൻകാലുകളിൽ കുതിച്ച് വായുവിലൂടെ ഊളിയിട്ട് തെന്നി നീങ്ങി പുറത്തേക്ക് വരികയും ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് വളരെ വേഗം അവളുടെ അരികിലേക്ക് കുതിച്ചെത്തുകയും ചെയ്തു. കടുവയുടെ ഉഗ്രമായ ഗർജനവും അവൻ്റെ കുതിച്ചുചാട്ടവും കണ്ട് അവൾ എന്തു ചെയ്യണമെന്നറിയാതെ അമ്പരന്ന് ആ കടുവയെ തന്നെ നോക്കി നിന്നു. അവളുടെ സഹോദരൻ ആ വീടിൻ്റെ ഉമ്മറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ എന്തിനെയോ കണ്ട് ഭയന്ന് നിൽക്കുന്നതും ആ കടുവയുടെ ഗർജനവും അവനും കേട്ടിരുന്നു. കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം കഴിഞ്ഞിരുന്നു. അവൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും നിശ്ചിത അകലത്തിൽ ആ കടുവ എത്തിയതും വളരെ വേഗം തൻ്റെ പിൻകാലുകൾ കൊണ്ട് കുതിച്ച് അവളുടെ പുറത്തേക്ക് ചാടി വീണു. അവിടെ മേത്തേക്ക് ചാടി വീണ കടുവ ആദ്യം കടിച്ചത് അവളുടെ കഴുത്തിൽ തന്നെയായിരുന്നു. കഴുത്തിൽ കടിക്കുകയും ഒടിക്കുകയും നിലത്തിട്ട് കുടയുകയും ചെയ്തു. ഉച്ചത്തിലൊന്ന് നിലവിളിക്കുവാൻ പോലും കഴിയാതെ അവൾ മരണത്തിന് കീഴ്പ്പെട്ടു. ഈ നടുക്കുന്ന കാഴ്ച അവൻ കണ്ടു. അവൻ്റെ വായിൽ നിന്നും ശബ്ദം വരുന്നുണ്ടായിരുന്നില്ല. അവൻ ബോധരഹിതനായി വീണു. ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനം പുലർച്ചെ ഗ്രാമത്തിലുണ്ടായതോടെ ബാക്കിയുള്ളവർ കൂടി ഉണർന്നു. എന്താണ് സംഭവമെന്നറിയുവാൻ വേണ്ടി അവരുടെ കുടിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവർ കാണുന്ന കാഴ്ച ഒരു കടുവ ഗ്രാമീണയെ കൊന്നുകൊണ്ട് ആ കുറ്റിക്കാടിന് സമീപത്തു കൂടി വനത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയായിരുന്നു. എന്ത് ചെയ്യണമെന്നും ആർക്കും അറിയില്ല. അവർ ആ കടുവയുടെ പുറകെ ഓടി. എന്നാൽ ആ കടുവ തൻ്റെ ഇരയെ ഇട്ടതിന് ശേഷം അവൻ്റെ അരികിലേക്ക് ഓടി വന്ന് ആളുകൾക്ക് നേരെ ഗർജിച്ച് അടുക്കുകയാണ് ചെയ്തത്.
അവൻ്റെ ശൗര്യവും ഗർജനവും കണ്ടതോടെ ആളുകൾ ഭയന്ന് പിന്നോക്കമോടി. ആ തക്കത്തിന് തൻ്റെ ഇരയെ വലിച്ചിഴച്ചുകൊണ്ട് വനത്തിനുള്ളിലേക്ക് അവൻ പോയി മറയുകയും ചെയ്തു. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആയുധങ്ങളും കമ്പുകളും എടുത്തുകൊണ്ട് ഒരു സംഘം ആളുകൾ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത്, തിരച്ചിൽ നടത്തിയത്. അങ്ങനെ അവരുടെ തിരച്ചിലിനൊടുവിൽ കാൽ ഭാഗം ആഹരിച്ച അവളുടെ ശരീരം കണ്ടെത്തി. മാസങ്ങൾക്ക് മുന്നേ ഒരു കടുവയെയും കുട്ടിയെയും ഇവിടുത്തെ ആളുകൾ തുരത്തി ഓടിച്ചിരുന്നു. ആ കടുവ തന്നെയാണ് ഇവിടേക്ക് മടങ്ങിയെത്തിയതെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. കാരണം അവിടേക്കെത്തിയ ആ കടുവയെ അവിടുത്തെ ആളുകൾ വ്യക്തമായി തന്നെ കണ്ടിരുന്നു. ഏകദേശം 1 വയസ്സിന് മുകളിൽ മാത്രമാണ് അവന് പ്രായം. പൂർണ്ണമായും വളർച്ചയെത്തിയിട്ടില്ലാത്ത, ശൗര്യം ഒട്ടും കുറയാത്ത ഒരു കടുവ, ഒരു ആൺകടുവ തന്നെയായിരുന്നു അത്. ഈ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ തന്നെ ശിവപുരയിലെ വന അതിർത്തിക്ക് സമീപം അവർ പറഞ്ഞതുപോലെ തന്നെ ഒരു കടുവയുടെ മാത്രം കാലടയാളം അവശേഷിച്ചു. അത് ആ കൂട്ടത്തിലെ വലിയ കടുവയുടെ കാലടയാളമായിരുന്നു. തന്നെ പിരിഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് ഇര തേടാൻ ഇറങ്ങിയിരിക്കുന്നു. അവയും ഇപ്പോൾ നരഭോജിയായിരിക്കുന്നു. അതിലെ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട വിവരം ഒരിക്കലും അവൾ അറിഞ്ഞു കാണില്ല. മറ്റതിനെയും കൂടി നഷ്ടപ്പെടുവാൻ പോകുകയാണെന്ന വിവരവും അവൾ അറിഞ്ഞു കാണില്ല. അവൾ ശാന്തമായി അടുത്തിരയ്ക്ക് വേണ്ടി മാംസക്കുതിയോടെ ആ ഗ്രാമത്തിന് സമീപം കാത്തിരിക്കുകയാണ്. ബില എന്ന ഗ്രാമം വളരെ ചെറിയ ഗ്രാമമാണ്. എന്നാൽ സാമ്പത്തികമായി മറ്റ് ഗ്രാമങ്ങളിൽ നിന്നും ഉയർന്ന ഗ്രാമവുമാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഗ്രാമത്തലവൻ റാം ഗംഗ എന്ന അതിശക്തനായ ഒരു ഗോത്രത്തിൻ്റെ തലവൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യമായി നരഭൂജിയായ കടുവകൾ അവിടെ എത്തിയപ്പോൾ അവയെ തുരത്തി ഓടിച്ചത്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം വീണ്ടും ആ കടുവ വളർന്നു വലുതായി തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അതും ശൗര്യം കൂടിയ ഒരു നരഭോജി കടുവയായി. യാതൊരു പരിക്കുകളോ അതിൻ്റെ സ്വാഭാവികമായ വേട്ടയാടലിനെ തുരങ്കം വയ്ക്കുന്ന യാതൊരു പരിക്കുകളുമില്ലാത്ത കടുവ. അതിൻ്റെ മാതാവ് അതിനെ പഠിപ്പിച്ച ശീലം കാരണം നരഭോജിയായി തീർന്നിരിക്കുന്നു. ഇനിയും ഒരിക്കലും അത് സ്വാഭാവികമായ ഇരതേടലിലേക്ക് മടങ്ങുകയില്ല എന്ന സത്യം അയാൾക്ക് നല്ല പോലെ അറിയാമായിരുന്നു. അതിനാൽ തന്നെയായിരിക്കാം അയാൾ ആ തീരുമാനത്തിൽ എത്തിച്ചേർന്നതും. അതിനെ ജീവനോട് പിടികൂടുകയാണെങ്കിലും അധികാരികൾക്ക് വിട്ടു നൽകുകയാണെങ്കിലും അവർ അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ വനത്തിൽ എവിടെയെങ്കിലും തുറന്നു വിടുകയായിരിക്കാം ചെയ്യുക. അതുമല്ല എങ്കിൽ അതിനെ മറ്റെവിടെയെങ്കിലുമുള്ള കാഴ്ച ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകും. എന്നാൽ തൻ്റെ ഗ്രാമത്തിലേക്ക് കയറി തൻ്റെ ഗ്രാമത്തിലെ ഒരു യുവതിയോട് ചെയ്ത ഈ ക്രൂരതയ്ക്ക് അതൊന്നും പരിഹാരമാകുകയുണ്ടായിരുന്നില്ല. തൻ്റെ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ചെറിയ തെറ്റിന് പോലും വലിയ ശിക്ഷ നൽകിയാണ് അദ്ദേഹത്തിന് പഴക്കം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അദ്ദേഹത്തെ ഭയപ്പെടുന്നതും ബഹുമാനിക്കുന്നതും. അങ്ങനെയുള്ള അയാളുടെ ഗ്രാമത്തിൽ ഒരു കടുവ കടന്നു കയറി അവിടുത്തെ ഒരു യുവതിയെ കൊലപ്പെടുത്തി കൊണ്ടുപോയാൽ അതിനെ വെറുതെ വിടുകയാണെങ്കിൽ അയാൾക്ക് എന്ത് വിലയാണ് അവിടെ ലഭിക്കുക എന്ന ചിന്തയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്ന് കാണണം. അതിനാൽ തന്നെ ആ കടുവയെ കൊല്ലുകയല്ലാതെ മറ്റൊരു മാർഗവും അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നില്ല. താൻ വലിയ വേട്ടക്കാരനൊന്നുമല്ല, വനത്തിലേക്ക് കയറി നായാടാറുമില്ല, തോക്കുപയോഗിച്ചുള്ള പരിചയവുമില്ല. എന്നാൽ തൻ്റെ കൈവശം തോക്കും ഉണ്ടായിരുന്നു. എന്നാൽ അത് റൈഫിലായിരുന്നില്ല, ഷോട്ട് ഗണ്ണായിരുന്നു. അവിടുത്തെ ആളുകളെ ഭയപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഷോട്ട് ഗണ്ണ് അയാളുടെ ഗൗരവത്തിൻ്റെ അടയാളം. അത് വെച്ചൊരിക്കലും ഒരു കടുവയെ കൊല്ലാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ ആ കടുവയെ കൊല്ലുവാൻ വേണ്ടി അദ്ദേഹം ഒരു പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതിക്ക് കുറച്ചാളുടെ സഹായം കൂടി വേണമായിരുന്നു. അത് ഉറപ്പുവരുത്തുവാൻ വേണ്ടി അയാളും ഒരു സംഘം ആളുകളും പോയത് നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ കർമ്മലി എന്ന ഗ്രാമത്തിന് സമീപത്ത് പ്രവർത്തിക്കുന്ന ആന ക്യാമ്പിലേക്കാണ്. അവിടുത്തെ താപ്പാനകളുടെ സഹായം കൂടിയേ തീരൂ. ഇതിനു മുന്നേ ക്യാമ്പിനെ ആക്രമിച്ച നരഭൂജിയായ ഒരു കടുവയെ കൊന്ന കാര്യം അതിനോടകം തന്നെ അവിടെ ആകെ അലയടിച്ചിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ആനകളുടെ സഹായത്തോടെ ഈ കടുവയും കീഴ്പ്പെടുത്തുവാനും കൊലപ്പെടുത്തുവാനും കഴിയുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ അയാളും സംഘവും അവിടേക്ക് പുറപ്പെട്ടു. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായതോടെ ക്യാമ്പിൽ പ്രവേശിക്കുകയും ക്യാമ്പിലെ ആളുകളോട് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ തികച്ചും നിരാശയോടെ അവർക്ക് അവിടെ നിന്നും മടങ്ങേണ്ടി വന്നു. കാരണം തങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഗദ്ദയുടെ ആവശ്യത്തിനായിട്ടാണെന്നും ഇവിടെ നിന്നും ആനകളെ അവിടേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല എന്നും അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ അധികാരികളുടെ സമ്മതം വേണമെന്നും അവർ പറഞ്ഞു. നിങ്ങൾ അധികാരികളുമായി സംസാരിക്കും, അവർ പറയുകയാണെങ്കിൽ
ഞങ്ങൾ ഉറപ്പായും നിങ്ങളെ സഹായിക്കാം. ഈ മറുപടിയായിരുന്നു ആ ക്യാമ്പിൽ നിന്നും അവർക്ക് ലഭിച്ചത്. അങ്ങനെ അവർ അവിടെ നിന്നും തിരികെ തങ്ങളുടെ ബില എന്ന ഗ്രാമത്തിലേക്ക് മടങ്ങുകയും പിറ്റേ ദിവസം തന്നെ ജില്ലയുടെ അധികാരിയെ പോയി കാണുകയും അവരുടെ സങ്കടം ഉണർത്തിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്നും കർമ്മലി എന്ന ആന ക്യാമ്പിലേക്ക് ഒരു സന്ദേശകനെ അയച്ചു. അധികാരിയുടെ ഒപ്പും സീലുമുള്ള ഒരു കത്തും കൈമാറുകയും ചെയ്തു. അതിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: ഒട്ടും സമയം കളയണ്ട, അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു കൊടുക്കൂ. ഇനിയും നമുക്ക് സമയമുണ്ടല്ലോ. ഏകദേശം 2 ആഴ്ചകൾ കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഗദ്ദയുടെ അറ്റകുറ്റപ്പണികൾ തീരുകയുള്ളൂ. അതുവരെ നിങ്ങൾ ക്യാമ്പിൽ വെറുതെ ഇരിക്കുകയല്ലേ. നിങ്ങൾ ആ ഗ്രാമത്തിലേക്ക് പോകുകയും അവരെ സഹായിക്കുകയും ചെയ്യൂ. ആ കടുവയെ പിടിക്കുകയും അവനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുകയും ചെയ്യണം. അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അവർക്കൊപ്പം അവിടേക്ക് കുറച്ച് വനപാലകരെയും ഒരു വേട്ടക്കാരനെയും അയച്ചിരുന്നു. വനപാലകരും സംഘവും ഗ്രാമത്തിൻ്റെ അവിടെ ഇവിടെയായി ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി കെണികൾ സ്ഥാപിച്ചു. അധികം വൈകാതെ 5 ആനകളും ഗ്രാമത്തിലേക്കെത്തി. ഒരു ആഘോഷം പോലെയായിരുന്നു റാം ഗംഗ അവരെ അവിടേക്ക് സ്വീകരിച്ചത്. അങ്ങനെ അധികം വൈകാതെ ഒരു വലിയ സംഘത്തെ തന്നെ റാം ഗംഗ അവിടെ രൂപീകരിച്ചു. അന്ന് പറഞ്ഞതുപോലെ ആയുധങ്ങളും കമ്പുകളും ഏന്തിയ ഒരു കൂട്ടം ആളുകൾ, ഏകദേശം 40നോട് അടുത്തു വരും അവരുടെ സംഖ്യ. പിന്നെ 10ലേറെ വരുന്ന ഒരു സംഘം ആളുകളും അവർ ഡ്രംസും പാട്ടകളുമായി അവർക്കൊപ്പം കൂടി. അങ്ങനെ ആ വലിയ സംഘം നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ആനകളും പാപ്പാന്മാരും അവരുടെ സഹായികളും കൂടുന്ന ഒരു വലിയ സംഘം തന്നെ ആ വനത്തിലേക്ക് പ്രവേശിച്ചു. വനത്തിൻ്റെ ഒരു ഭാഗത്തായി ആ കടുവയെ പിടികൂടുവാൻ വേണ്ടി ധാരാളം കെണികൾ തയ്യാറാക്കി. പല തരത്തിലുള്ള കെണികൾ. അതിൽ കിടങ്ങുകൾ വരെ വരും. ഒരിക്കൽ ബില എന്ന തൻ്റെ ഗ്രാമത്തിലേക്ക് ഒരു വിദേശി വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ബർമീസ് കടുവക്കെണിയെപ്പറ്റി അദ്ദേഹം പഠിച്ചിരുന്നു. തൻ്റെ അറിവുകൾ വെച്ചുകൊണ്ട് ആ വനത്തിൽ അവിടുത്തെ ആളുകളുടെ സഹായത്തോടെ അയാൾ ഒരു വലിയ കുഴി തീർക്കുകയും കൂർത്ത കമ്പുകൾ അതിനടിത്തട്ടിൽ അടുപ്പിച്ച് ഉറപ്പിച്ചു വെക്കുകയും ചെയ്തു. അതിൻ്റെ അഗ്രം നല്ലപോലെ കൂർപ്പിച്ചിരുന്നു. ആ കുഴിക്ക് ഏകദേശം 10 അടിയോളം താഴ്ചയുണ്ട്. വീതിയും അത്ര തന്നെ. ചുള്ളിക്കമ്പുകളും ഇലകളും പുല്ലുകളുമെല്ലാം ഉപയോഗിച്ച് അവർ ആ കുഴി അടച്ചു വെക്കുകയും ചെയ്തു. അതിനടയാളം എന്ന രീതിയിൽ അതിനു മുകളിൽ ഒരു ചെറിയ തുണി കഷ്ണവും ഇട്ടിരുന്നു. കാരണം ആ കുഴിക്കറിയില്ലല്ലോ വന്ന് വീഴുന്നത് മനുഷ്യനാണോ കടുവയാണോ എന്ന്. അതിലേക്ക് വന്നു പതിച്ചാൽ പിന്നെ ഒരു തിരിച്ചുപോക്കുണ്ടായിരിക്കുകയില്ല. മനുഷ്യനാണെങ്കിൽ പോലും മനുഷ്യനാണ് വന്ന് വീഴുന്നതെങ്കിൽ അവൻ്റെ ശരീരത്തിലൂടെ ആ കൂർത്ത കമ്പുകൾ തുളച്ചു കയറും. പിന്നെ മരണത്തിന് കീഴ്പ്പെടുകയല്ലാതെ മറ്റൊരു മാർഗം അയാൾക്കുണ്ടാകുകയില്ല. അതിൽ നിന്നെല്ലാം തടയിടുവാൻ വേണ്ടിയാണ് അതിനൊരു അടയാളം വെച്ചത്. കാരണം ആവേശത്തിൽ ഓടി വരുമ്പോൾ കുഴിയേതാണ് പുല്ലേതാണെന്ന് തിരിച്ചറിയുവാൻ വേണ്ടി. അല്ലെങ്കിൽ ആ കുഴിയിൽ വന്നു വീഴുക, അല്ലെങ്കിൽ കടുവയ്ക്ക് വെച്ച കുഴിയിൽ വന്നു വീഴുക ഏതെങ്കിലും അപ്പാവി മനുഷ്യനായിരിക്കും. അങ്ങനെ തങ്ങളുടെ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി ആ വനത്തിലേക്ക് അവർ പ്രവേശിച്ചു. ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് അസംഖ്യം വരുന്ന ആ ജനസംഘം കാടിനെ വിറയൽ കൊള്ളിച്ചു. പെരുമ്പറ മുഴക്കിയും പാട്ടകൾ കൊട്ടിയും അവരുടെ കൈവശമുണ്ടായിരുന്ന കമ്പുകൾ തമ്മിൽ കൂട്ടിയടിച്ചും ഉച്ചത്തിൽ അലറിയും ആ വനത്തെ വിരളി പിടിപ്പിച്ചു. മാനുകളും കുറുക്കന്മാരും കാട്ടുമുയലുകളും എന്നുവേണ്ട സർവത്ര ജീവികളും ഭയത്താൽ വിരളി പൂണ്ടു. എന്തിനേറെ പറയണം, അതുവഴി കടന്നുപോയിരുന്ന ഒരു ആനക്കൂട്ടത്തെ വരെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ തക്ക ഭയാനകമായ അന്തരീക്ഷം തീർക്കുവാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ ആ സംഘം ഒരു റാ പോലെ ആ വനത്തെ ചുറ്റി വളഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങി. ഉച്ചത്തിൽ അലറിയും ശബ്ദമുണ്ടാക്കിയും വനത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ആ സംഘത്തിൻ്റെ ചടുലമായ നീക്കം ആ കടുവയും വളരെ വേഗം അറിഞ്ഞു കാണണം. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ആ കടുവയും ഭയം കൊണ്ട് വിറച്ചിരിക്കണം. നിലയില്ലാതെ ആ കടുവ അവിടെ നിന്നും ഭയം ഓടുകയും അവർ വിചാരിച്ച ആ കെണിയിൽ വന്ന് വീഴുകയും ചെയ്തു. ആദ്യം ആ കടുവ വന്നു വീണത് അവർ കയറുകൊണ്ടുണ്ടാക്കിയ ഒരു കുരുക്കിലായിരുന്നു. എന്നാൽ പൂർണ്ണമായും ആ കടുവ കെണിയിൽ വീണെന്ന് പറയുവാനും സാധിക്കുകയില്ല. അവൻ്റെ പിൻകാലിലായിരുന്നു ആ കുരുക്ക് മുറുകിയിരുന്നത്. ആ കുരുക്ക് മുറുകുകയും അവനെ തറയിൽ നിന്നും മുകളിലേക്ക് വലിച്ചുയർത്തുകയും ചെയ്തു. ആ കുരുക്കിൽപ്പെട്ട് അവൻ ആകെ വിരളി പൂണ്ടു. കടുവ കെണിയിൽ വീണ വിവരമറിഞ്ഞ് അവർക്കേറെ സന്തോഷമാകുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അവിടുത്തെ ആളുകളും അതിനരികിലേക്ക് ഓടി വരികയും ചെയ്തു. എന്നാൽ ആ കെണിയിൽ വീണ കടുവ അപ്പോഴേക്കും ക്രുദ്ധനായി കഴിഞ്ഞിരുന്നു.
ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് റാം ഗംഗ കേട്ടിരുന്നു. എന്തായാലും നന്നായി, നമുക്ക് ഈ കടുവയെ ജീവനോടെ തന്നെ പിടികൂടുവാൻ സാധിച്ചല്ലോ. ഇനിയും ഇവനെ ഇവിടെ നിന്ന് കൂട്ടിലടയ്ക്കുകയും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയും വേണം. ഇത്രയും കേട്ടതും ഗംഗാറാമിന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം തൻ്റെ ഗ്രാമത്തിൽ വന്ന് ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ഈ കടുവയെ വെറുതെ വിടുക എന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഉടനെ തന്നെ തൻ്റെ കൈവശം ഇരുന്ന ആ ഷോട്ട് ഗൺ ആ കടുവയ്ക്ക് നേരെ ഉയർത്തുകയും നിറയൊഴിക്കുകയും ചെയ്തു. അടുത്തുണ്ടായിരുന്ന ഫോറസ്റ്റ് ഗാർഡ് അയാളെ അപ്പോഴേക്കും പിടിച്ചു മാറ്റി. തൻ്റെ ഉന്നമില്ലാത്ത ആ ചിതറിയ തിരകൾ വന്ന് കയറിയത് ആ കടുവയുടെ കാലിലും ആ കെട്ടിയ കയറിലുമായിരുന്നു. അതോടെ അവൻ കെണിയിൽ നിന്നും മുക്തമാകുകയും നിലത്തേക്ക് വീഴുകയും വേദനയാൽ പുളയുകയും ചെയ്തു. ക്രുദ്ധനായിരുന്ന കടുവ വീണ്ടും ശൗര്യത്തോടെ അവിടെ നിന്ന് ആളുകൾക്ക് മേൽ ഗർജിച്ചുകൊണ്ട് അലറിയടുത്തു. അവൻ്റെ കോപം അവൻ്റെ കണ്ണുകളിൽ വളരെ വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കുമായിരുന്നു. ദേഷ്യത്താൽ അവൻ്റെ കണ്ണുകൾ ചുവന്നതായി അവിടെ നിന്നവർ പറഞ്ഞു. ക്രുദ്ധനായ കടുവ അലറിയടുത്തതും അവിടെ നിന്നിരുന്ന ആന തുമ്പിക്കൈ കൊണ്ട് അതിനെ ചുഴറ്റിയടിച്ചതും ഒരേ സമയം തന്നെയായിരുന്നു. അടികൊണ്ട കടുവ ദൂരേക്ക് തെറിച്ചു വീഴുകയും ദൂരേക്ക് ഓടിയകലുകയും ചെയ്തു. എന്നാൽ ഭയപ്പാടും വേദനയും ആ കടുവയെ അന്ധനാക്കിയെന്ന് വേണം പറയുവാൻ. ആ ഓട്ടം വന്നവസാനിച്ചത് റാം ഗംഗ ഒരുക്കിയിരുന്ന ആ ബർമീസ് കടുവക്കെണിയിലേക്കായിരുന്നു. അവസാനമായി ഒരിക്കൽ കൂടി ആ കടുവയുടെ ഗർജനം അവിടെ ഉയർന്നു. അതോടെ എല്ലാം അവസാനിച്ചു. അവിടേക്ക് ഓടിയെത്തിയ ആളുകൾ കണ്ട കാഴ്ച കടുവയുടെ ശരീരത്തുകൂടി കയറിയിറങ്ങിയിരിക്കുന്ന കൂർത്ത ആ കമ്പുകൾ തന്നെയായിരുന്നു. ആ കാഴ്ച കണ്ടതും റാം ഗംഗയും ആ ഗ്രാമത്തിലെ ആളുകളുടെയും മുഖത്ത് വന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമായിരുന്നു. ആ കടുവയെ വെറുതെ വിടുക എന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വെച്ച് ആ സാഹസിക കൃത്യത്തിന് മുതിർന്നത്. ആ കടുവയെ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ വളരെ വേഗം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പിടിക്കുകയും ഉന്നം തെറ്റി അതിൻ്റെ കാലിലും കയറിലും കൊള്ളുകയുമായിരുന്നു ചെയ്തത്. എന്തായാലും ആ കടുവ കൂടി ചത്തു വീണിരിക്കുന്നു. താരതമ്യേന വലിപ്പം കുറഞ്ഞ 1 വയസ്സിന് മുകളിൽ മാത്രം പ്രായമുള്ള കടുവയായിരുന്നു. അതിനെ ആ കുടിയിൽ നിന്നും ഊരിയെടുക്കുക എന്നത് ഒരിക്കലും നടക്കാത്ത സാധിക്കാത്ത കാര്യമായിരുന്നു. അതിൻ്റെ ശരീരത്തു കൂടിയെല്ലാം ആ കൂർത്ത കമ്പുകൾ തുളച്ച് കയറിയിരുന്നു. ആ കടുവയുടെ രക്തം ആ കുടിയിലേക്ക് ഊറി ഊറി ഇറങ്ങി. അങ്ങനെ നമ്മുടെ ഈ കഥയിലെ രണ്ടാമത്തെ നരഭോജിയായ കടുവയും അവസാനിച്ചിരിക്കുന്നു. ഇനിയും അവശേഷിക്കുന്നത് ഒരേ ഒരു കടുവ മാത്രം. ഇവരിലെ ഏറ്റവും വലിയ കടുവയും ഇവരുടെ മാതാവുമായ ഏകദേശം 7-8 വയസ്സിനടുത്ത് പ്രായമുള്ള പെൺകടുവ, അവസാനത്തെ മാൻ ഈറ്റർ. എന്നാൽ ഇപ്പോൾ ആ കടുവയുള്ളത് ബില എന്ന ഗ്രാമത്തിലായിരുന്നില്ല. കഥയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ശിവപുര എന്ന ആ ഗ്രാമത്തിന് സമീപത്താണ്. ഒരു വൈകുന്നേരം ഒരു കുന്നിൻ ചെരുവിലൂടെ നീണ്ടുകിടക്കുന്ന വനപാത വഴി ഞാനും എൻ്റെ സുഹൃത്തായ മിഷേൽ ജെയിംസും കൂടി നടന്നു നീങ്ങി. ഞങ്ങളുടെ ഇരുവരുടെയും കൈവശം റൈഫിലുകളുണ്ട്. അതും 303 ബ്രിട്ടീഷ് നിർമ്മിതമായ റൈഫിൽ. എനിക്കൊപ്പം ക്യാമ്പിൽ തന്നെയാണ് അദ്ദേഹവും താമസിക്കുന്നത്. ഞങ്ങളിപ്പോൾ നല്ല സുഹൃത്തുക്കളാണ്. അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ട് ഏകദേശം 4 മാസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ജെയിംസ് പറഞ്ഞ ആഗ്രഹത്തിന്മേലാണ് ഞാൻ ഇവിടേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. ഞങ്ങൾ താമസിക്കുന്നത് ഉത്തരാഖണ്ഡിലെ രുദ്രപൂർ എന്ന ഒരു ക്യാമ്പിലാണ്. ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഡാർച്ച് വില്ലേജിനരികിലുള്ള ഒരു വനപ്രദേശത്താണ്. പിലിഭിത്ത് എന്ന വനത്തിനുള്ളിൽ ഉത്തരാഖണ്ഡിനെയും ഉത്തർപ്രദേശിനെയും നേപ്പാളിനെയും അതിർത്തി പങ്കിട്ട് വിശാലമായി നിൽക്കുന്ന പിലിഭിത്ത് എന്ന വനത്തിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഗ്രാമത്തിൽ എത്തിയിട്ട് ഏകദേശം 3 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ വനപ്രദേശത്ത് താമസിക്കുന്ന ആദിവാസികൾ പറഞ്ഞത് പ്രകാരമാണ് ഉച്ച കഴിഞ്ഞതോടെ ഞങ്ങൾ ഈ ഭാഗത്ത് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ മലഞ്ചെരുവിൽ നിന്നും ഏകദേശം 2 മൈലുകൾ കൂടി മുന്നിലേക്ക് നടന്നു ചെന്ന് കഴിഞ്ഞാൽ ഈ പാത കുത്തനെ ഒരു ഇറക്കം ഇറങ്ങി ചെന്ന് ചേരുക ഒരു തടാകത്തിൻ്റെ അരികിലേക്കാണ്. ആ തടാകത്തിൻ്റെ അരികിൽ ധാരാളം മാനുകളും മറ്റു മൃഗങ്ങളും വെള്ളം കുടിക്കുവാൻ വരുമെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. ഇടയ്ക്കിടെയായി അവർ അവിടെ വലിയൊരു കേഴമാനെ കാണുന്നുണ്ടെന്നും പറഞ്ഞു. അതിനെ വേട്ടയാടുവാനും പിടികൂടുവാനും വേണ്ടിയാണ് ഞങ്ങൾ ധൃതി പിടിച്ച് അവിടേക്ക് നടന്നു നീങ്ങുന്നത്. വൈകുന്നേരമാകുവാൻ ഇനിയും കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനു മുന്നേ ആ തടാകത്തിൻ്റെ തീരത്തെത്തുകയും അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒളിച്ചിരുന്നു കൊണ്ട് നദിയുടെ തീരത്തേക്ക് എത്തുന്ന ആ കേഴമാനിനെ വെടിവെച്ചിടുകയും വേണം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗത്തെ പിടികൂടണം. ഈ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അതിവേഗം അവിടേക്ക് നടന്നു നീങ്ങിയത്.
ജെയിംസ് എന്നോട് ചോദിച്ചു. നമ്മൾ കുറേ സമയമായി നടക്കുവാൻ തുടങ്ങിയിട്ട് അല്പസമയം വിശ്രമിച്ചതിന് ശേഷം ഇനി മുന്നിലേക്ക് നടന്നാൽ പോരെ? പറ്റില്ല. എത്രയും വേഗം അവിടെ എത്തുന്നു അത്രയും സുരക്ഷിതമായി പറ്റിയൊരു സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുവാനും ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാനും സാധിക്കും. എത്രയും വൈകുന്നുവോ നമ്മുടെ സാധ്യതകളും മങ്ങിക്കൊണ്ടിരിക്കും. അതും പറഞ്ഞ് അദ്ദേഹത്തെയും പിടിച്ചുകൊണ്ട് ഞാൻ വളരെ വേഗം നടന്നു. വൈകുന്നേരമാകുന്നതിന് മുന്നേ തന്നെ അവർ പറഞ്ഞ ആ തടാകത്തിൻ്റെ അരികിലേക്ക് എത്തിച്ചേർന്നു. വലിയൊരു തടാകമായിരുന്നു. അതിമനോഹരമായ തടാകം. മരങ്ങൾ അവിടേക്ക് ചാഞ്ഞു നിൽക്കുന്നു. ഇളം കാറ്റ് വീശുമ്പോൾ മരങ്ങളിൽ നിന്നും ഇലകൾ ആ തടാകത്തിലേക്ക് വീഴുന്നതും കാണുവാൻ സാധിക്കും. പക്ഷികളും പല മൃഗങ്ങളും അതിൻ്റെ തീരത്തേക്ക് എത്തുന്നുമുണ്ട്. ചുറ്റുപാടും നിരീക്ഷിച്ചതിന് ശേഷം തടാകത്തിൻ്റെ അരികിലെ ഒരു കുറ്റിക്കാടിലേക്ക് ഞങ്ങൾ കയറി ഒളിച്ചു. ഞാൻ കയറി ഒളിച്ച കുറ്റിക്കാടിൽ നിന്നും കുറച്ചു മാറി ഒരു വലിയൊരു മരം നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിഭാഗം കാണാത്ത വിധത്തിൽ കുറ്റിക്കാട് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ആ ഭാഗത്തേക്കാണ് ഞാൻ ജെയിംസിനെ പറഞ്ഞു വിട്ടത്. മരത്തിൻ്റെ മറവിൽ കുറ്റിക്കാടിൽ ഒളിച്ചിരുന്നു കൊണ്ട് അവിടേക്ക് കടന്നു വരുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കുവാനും പറ്റുകയാണെങ്കിൽ നിറയൊഴിക്കുവാനും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ നിറയൊഴിക്കുന്നതിന് മുന്നേ എൻ്റെ സിഗ്നലിന് വേണ്ടി കാത്തിരിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ പതിയെ പതിയെ സമയം മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി. സൂര്യൻ്റെ ഇളം മഞ്ഞ നിറം അവിടെ ആകെ മനോഹാരിത നിറച്ചു. അവിടുത്തെ പുല്ലുകൾ ഭക്ഷിച്ചുകൊണ്ട് ധാരാളം മാനുകളും മറ്റു മൃഗങ്ങളും അവിടേക്ക് കടന്നു വന്നു. പുള്ളിമാനുകളുടെ അസംഖ്യമായ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അവർ പറഞ്ഞതുപോലെ മറ്റൊരു കാഴ്ചയും ഞങ്ങൾ കണ്ടു. സാമാന്യം വലിപ്പമുള്ള നീളം കൊമ്പുകളോട് കൂടിയ കേഴമാൻ. ഞാൻ കണ്ടതിൽ വെച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഒന്നു തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ജെയിംസിനെയും ആ കാഴ്ച വിളിച്ചു കാണിച്ചു. ഇപ്പോൾ അത് മേഞ്ഞു നിൽക്കുന്നത് ഞങ്ങളുടെ റൈഫിൾ റേഞ്ചിൽ നിന്നും അപ്പുറമാണ്. കുറച്ച് സമയം കൂടി ഞങ്ങൾ കാത്തു നിന്നു. വളരെ വേഗം തന്നെ അവിടെ നിന്ന് പുള്ളിമാനുകളെല്ലാം എന്തിനെയോ കണ്ട് ഭയന്നെന്ന പോലെ മറ്റൊരു ദിക്കിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നതും വനത്തിൽ നിന്നും കേൾക്കുന്ന മറ്റു മൃഗങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നതും കാണുവാൻ സാധിച്ചു. കുറച്ച് സമയം കൂടി മുന്നിലേക്ക് കടന്നു പോയപ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെച്ചിരുന്ന ആ കേഴമാൻ മറ്റൊരു ദിശയിൽ നിന്നും എന്തോ ശബ്ദം കേട്ടതോടെ അവൻ പേടിച്ചു വിരണ്ട് ഞങ്ങളിരുന്ന ആ ദിശയിലേക്ക് കുതിച്ചോടിയെത്തി. എപ്പോഴാണോ അവൻ എൻ്റെ റൈഫിലിൻ്റെ റേഞ്ചിനുള്ളിലേക്ക് പ്രവേശിച്ചത് അപ്പോൾ മുതൽ എൻ്റെ തോക്കിൻ്റെ കുഴൽ അവനെ പിന്തുടർന്നു. പറ്റിയൊരു അവസരം വന്നു ചേർന്നപ്പോൾ എൻ്റെ തോക്ക് ഗർജിക്കുകയും ചെയ്തു. അവൻ്റെ ഗർജന ഫലമായി അവിടെ ആകെ ഒന്ന് വിറച്ചു. അവിടെ നിന്ന് മേഞ്ഞുകൊണ്ടിരുന്ന മറ്റു മൃഗങ്ങൾ വനത്തിനുള്ളിലേക്ക് പേടിച്ച് ഭയന്ന് ഓടിപ്പോയി. അതിനു പിന്നാലെ പേടിച്ചരണ്ട് ഭയന്നു പോയ ഒരു കടുവയുടെ ഗർജനവും അവിടെ കേട്ടു. അതേത് ദിശയിൽ നിന്നാണെന്നും മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ഒരു പക്ഷേ ആ കടുവയെ കണ്ടുകൊണ്ടായിരിക്കണം ഇവൻ ഞങ്ങൾക്കരികിലേക്ക് ഓടിയെത്തിയത്. തോക്കിൻ്റെ റേഞ്ചിനുള്ളിലേക്ക് വെടിയുടെ ഒച്ച കേട്ടതോടെ ആ കടുവയും ഭയന്ന് വനത്തിനുള്ളിലേക്ക് പോയി കാണണം. ഒരു നിമിഷം കൊണ്ട് ആ നദിയുടെ തീരമാകെ ഒഴിഞ്ഞതുപോലെ തോന്നി. അവിടെ കുറച്ചു മുന്നേ നിന്ന് മേഞ്ഞുകൊണ്ടിരുന്ന പുള്ളിമാനുകളുടെ കൂട്ടത്തെ കാണാതായി. പക്ഷികൾ പറന്നുയർന്നു. എൻ്റെ തീര കൃത്യം തറച്ചു കയറിയത് ആ മാനിൻ്റെ കഴുത്തിലേക്കായിരുന്നു. അവൻ്റെ കഴുത്ത് തുളച്ചുകൊണ്ട് ആ തീര മറുവശത്തേക്ക് കടന്നു പോകുകയും ചെയ്തു. അനക്കമറ്റ് അവൻ നിലത്തേക്ക് വീഴുകയും പിടയുകയും ചെയ്തു. അവൻ്റെ പിടച്ചിൽ അവസാനിച്ച ശേഷം ഞാനും ജെയിംസും അവനരികിലേക്ക് നടന്നു ചെന്നു. എൻ്റെ റൈഫിൽ റീലോഡ് ചെയ്തു വെച്ചിരുന്നു. കാരണം കുറച്ചു മുന്നേ വനത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു കടുവയുടെ ഗർജനം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവല്ലോ. ജെയിംസ് പറഞ്ഞു, ആഹാ, അത്ഭുതം തന്നെ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ കേഴമാൻ തന്നെയാണിത്. ഇവൻ്റെ കൊമ്പുകളുടെ വലിപ്പം നീ കണ്ടില്ലേ? ഞാൻ അത്യധികം സന്തോഷത്തിലാണ്. എന്നാൽ എൻ്റെ കണ്ണുകൾ പോയത് ഇവനിലേക്കായിരുന്നില്ല. അവിടെ നിന്ന് മേഞ്ഞുകൊണ്ടിരുന്ന പുള്ളിമാനുകളുടെ മേലായിരുന്നു എൻ്റെ കണ്ണുകൾ അത്രയും. അവയിലൊന്നിനെ വെടിവെച്ചിട്ടാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു. ഞാനപ്പോൾ അവനെ ആശ്വസിപ്പിച്ചു. ഇനിയുമുണ്ടല്ലോ, മറ്റൊരിക്കലാകട്ടെ. ഇപ്പോൾ ഇരുട്ടുന്നതിന് മുന്നേ തന്നെ ഇവിടുന്ന് കുറച്ചു മാറി നമ്മൾ നിർത്തിയിരിക്കുന്ന ആ സംഘത്തെ വിളിച്ചു വരുത്തണം. ഞങ്ങൾക്കൊപ്പം അവിടേക്കെത്തിയ ഒരു ചെറിയൊരു സംഘത്തെ ഏകദേശം 1 മൈലുകൾക്കപ്പുറം ഞാൻ നിർത്തിയിരുന്നു. വെടിയൊച്ച കേൾക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് എത്തണമെന്ന് അവരെ പറഞ്ഞ് ചട്ടവും കിട്ടിയിരുന്നു. 3/4 മണിക്കൂർ കഴിഞ്ഞ് കാണണം. വെടിയൊച്ച കേട്ട് ഞങ്ങൾ അവിടെ നിർത്തിയ ഏകദേശം 7-8 വരുന്ന ഗ്രാമത്തിലെ ആളുകൾ അവിടേക്കെത്തി. ഞങ്ങൾ പിടികൂടിയ ആ മാനിൻ്റെ ശരീരം കണ്ട് അവർ ആഹ്ലാദത്തോടെ ഞങ്ങൾക്കരികിലേക്ക് ഓടിയെത്തി. അവർ തുള്ളിച്ചാടി. വളരെ വേഗം തന്നെ എവിടുന്നോ വലിയൊരു കമ്പ് കൊണ്ടുവരികയും മാനിൻ്റെ കാലുകൾ കൂട്ടിക്കെട്ടി അതിൽ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് ഞങ്ങളുടെ പിറകെ ഞങ്ങളെ അനുഗമിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് വരികയും ചെയ്തു. ഞങ്ങൾക്കൊപ്പം ഇതിൽ പങ്കെടുത്തതിന് ഇതിൽ നിന്നും നല്ലൊരു മാംസത്തിൻ്റെ ഭാഗം തന്നെ അവർക്ക് കിട്ടുമെന്നും അറിയാമായിരുന്നു. അതുകൊണ്ടായിരിക്കണം അവരുടെ മുഖത്ത്
സന്തോഷം വിരിഞ്ഞത്. പിറ്റേ ദിവസം ഞാനും ജെയിംസും അവിടെ നിന്നും ഞങ്ങളുടെ ക്യാമ്പിലേക്ക് മടങ്ങി. വൈകുന്നേരമായപ്പോഴേക്കും ഞങ്ങൾ ക്യാമ്പിൽ എത്തിച്ചേരുകയും ചെയ്തു. ക്യാമ്പിലെത്തിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങൾക്കരികിലേക്ക് വരികയും താങ്കളെ ക്യാമ്പ് മേധാവിയായ ലിയോണ നിക്കോള തിരക്കിയെന്നും താങ്കൾ വരികയാണെങ്കിൽ അദ്ദേഹത്തെ വന്ന് കാണണമെന്നും പറഞ്ഞു എന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് ഞാൻ പോയി. ഞങ്ങൾ പിടികൂടിയ മാനിൻ്റെ ഒരു തുണ്ട് മാംസവും ഞാൻ കയ്യിൽ കരുതിയിരുന്നു. അദ്ദേഹത്തിന് സമ്മാനമായി ഞാനത് നൽകുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നില്ല. ഞാൻ കാര്യം എന്താണെന്ന് തിരക്കി. അദ്ദേഹം ആകെ വിഷമത്തിലാണ്. ഒരു ദിവസം മുന്നേ തന്നെ കാണുവാൻ വേണ്ടി ഹെർമൻ സഹോദരന്മാർ ഇവിടേക്ക് വന്നിരുന്നുവെന്നും അദ്ദേഹത്തോട് ഒരു സഹായം ചോദിച്ചുവെന്നും പറഞ്ഞു. അയാൾ മടിയോടുകൂടിയാണ് ആ കാര്യം എന്നോട് പറഞ്ഞത്. ഞാൻ കാര്യം എന്താണെന്ന് തിരക്കി. കാര്യം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അവർ ഇവിടേക്ക് എത്തിയത്. തഗ്വാര ഗ്രാമത്തിനരികിൽ അവർക്കൊരു ടിമ്പർ ഫാക്ടറി ഉണ്ട് എന്നും ആ ടിമ്പർ ഫാക്ടറിയിലേക്ക് ഒരു കടുവ കടന്നു വരികയും നിരവധി ആളുകളെ ആക്രമിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അതിനെ പിടികൂടുവാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അവർ ഇവിടേക്ക് എത്തിയത്. അവനെ പിടികൂടുകയോ കൊല്ലുകയോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു തുക തന്നെ പാരിതോഷികമായി നൽകാമെന്നും അയാൾ പറഞ്ഞു. ഞാൻ അതുകൊണ്ടൊന്നുമല്ല ഇത്രയും വിഷമിച്ച് ഇരിക്കുന്നത്. ആ കടുവയുടെ ചെയ്തികൾ അത്രയും ഭയാനകമാണ്. നിങ്ങൾ ആ ദൗത്യം ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് അതിനെ പിടിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ക്യാമ്പിലേക്ക് തിരികെ എത്തില്ല. നിങ്ങൾ ഇതിനു മുന്നേ വേട്ടയാടിയ കടുവകളെ പോലെയല്ല അവൾ. ടിമ്പർ ഫാക്ടറിയിലെ അദ്ദേഹം അവിടേക്ക് കൊണ്ടുവന്ന ഒരു താപ്പാനെ അവൾ നിഷ്കരണം കൊന്നുകളഞ്ഞു. അതും വനത്തിൽ വെച്ച്. പാപ്പാനെ പിടികൂടി വനത്തിനുള്ളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുകയും ആഹരിക്കുകയും ചെയ്തു. മരണത്തിൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് അവളെ ഇപ്പോൾ അവിടുത്തെ ആളുകൾ കാണുന്നത്. നിങ്ങൾ സൂക്ഷിക്കണം. ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. സാരമില്ല എന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി നാളെ തന്നെ ഹെർമൻ സഹോദരങ്ങളെ പോയി കാണാമെന്നും ഞാൻ അയാളോട് പറഞ്ഞു. ഹെർമൻ സഹോദരങ്ങളുടെ ഓഫീസിലേക്ക് ഞാൻ എത്തി. അവരെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. അവരോട് സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ച കാര്യം ഇതാണ്. അവർക്കിത് കൂടാതെ മറ്റ് 2 ടിമ്പർ ഫാക്ടറികൾ കൂടിയുണ്ട്. അതിലൊരിടത്ത് ഇതിന് മുന്നേ ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായ സമയത്ത് ഞാൻ തന്നെ ആയിരുന്നു പോയതെന്നും അവിടെ നിന്നും ആ കടുവയെ പിടികൂടിയതെന്നും അവർ പറഞ്ഞു. വർഷങ്ങൾക്ക് മുന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ആ സമയത്ത് തങ്ങളുടേത് ആയിരുന്നില്ല ആ ടിമ്പർ ഫാക്ടറി എന്നും പിന്നീട് അതവർ വാങ്ങിക്കുകയായിരുന്നുവെന്നും പറഞ്ഞു. അങ്ങനെ അവർ നടത്തിയ അന്വേഷണത്തിലാണ് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരറിയുന്നതെന്നും ക്യാമ്പിലേക്ക് എത്തുന്നതെന്നും അവർ പറഞ്ഞു. താങ്കളെപ്പറ്റി ഞങ്ങൾ ധാരാളം കേട്ടിരിക്കുന്നു. നിങ്ങൾ ചെയ്ത കാര്യങ്ങളെപ്പറ്റിയും ഇതിനോടകം വിശദമായി തന്നെ പഠിച്ചിരിക്കുന്നു. ആനകളെയും പുലികളെയും കടുവകളെയും മനുഷ്യന് വിനയായിത്തീരുന്ന മറ്റു മൃഗങ്ങളെയും നിങ്ങൾ വേട്ടയാടാറുണ്ടല്ലോ. ഇവിടെയും നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ ഗ്രാമീണർ തികച്ചും നിസ്സഹായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നിരവധി പേരെയാണ് ആ കടുവ ഇതിനോടകം പിടികൂടിയിരിക്കുന്നത്. മുന്നേ ഏകദേശം 3 കടുവകളുണ്ടായിരുന്നു. ഒരു തള്ളക്കടുവയും അതിന് 2 കുഞ്ഞുങ്ങളും. അവ 3ഉം നരഭോജികൾ തന്നെയായിരുന്നു. 2 കുഞ്ഞുങ്ങൾ ഇതിനോടകം കൊല്ലപ്പെട്ടിരിക്കുന്നു. മാസങ്ങൾക്ക് മുന്നേ അവളുടെ 2ാമത്തെ കുഞ്ഞും കൊല്ലപ്പെട്ടു. അതൊരു ആനയുടെ ആക്രമണത്തിലായിരുന്നു. കർമ്മലി എന്ന ഗ്രാമത്തിനടുത്ത് വനത്തിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ ഒരു ആന ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടേക്ക് എത്തിയതായിരുന്നു ആ കടുവ. അവിടേക്കെത്തിയ കടുവയെ അവിടെ ഉണ്ടായിരുന്ന ഒരു താപ്പാന ചുരുട്ടിയെടുത്ത് നിലത്തടിക്കുകയും കൊല്ലുകയും ചെയ്തു. ഞങ്ങൾ ആ ക്യാമ്പിൽ പോയിരുന്നു. അവരുടെ സഹായം തേടിയിരുന്നു. അവിടെ 5 താപ്പാനകൾ ഉണ്ടായിരുന്നു. അവരുടെ ആളുകളെയും പാപ്പാന്മാരെയെല്ലാം ഞങ്ങളുടെ ടിമ്പർ ഫാക്ടറിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അവർക്ക് ജോലിയും നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി 3 ആഴ്ചകൾക്ക് മുന്നേ അവർ തഗ്വാര എന്ന ഗ്രാമത്തിലേക്ക് എത്തുകയും ഞങ്ങളുടെ ടിമ്പർ ഫാക്ടറിയിലേക്ക് ചെല്ലുകയും ചെയ്തു. അതുവരെ അടച്ചിട്ടിരുന്ന ടിമ്പർ ഫാക്ടറി വൃത്തിയാക്കുകയും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ലോറികൾ, ആളുകൾ അവിടേക്ക് പാഞ്ഞെത്തി. താപ്പാനെ ഭയന്നുകൊണ്ട് കടുവ ഇവിടേക്ക് എത്തില്ല എന്നായിരുന്നു അവരെല്ലാം വിശ്വസിച്ചിരുന്നത്. ആഴ്ചകളോളം അങ്ങനെ തന്നെയാണ് ഞങ്ങളും കരുതിയത്. ലോറികളിലേക്ക് തടി കയറ്റുകയും കാട്ടിൽ പോയി ആനകൾ തടി പിടിച്ചുകൊണ്ടുവരികയും എല്ലാം ചെയ്യുമായിരുന്നു. അതിനൊന്നും യാതൊരു ശല്യവും ഉണ്ടായിരുന്നില്ല. അപ്പോഴൊന്നും ആ കടുവ അവിടേക്ക് എത്തിപ്പോലും നോക്കിയിരുന്നില്ല. പതിയെ പതിയെ ഞങ്ങളെല്ലാവരും ആ കടുവയെ വിസ്മരിക്കുവാൻ തുടങ്ങിയിരുന്നു. ഭയത്തിൽ നിന്നും മുക്തമാകുവാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയമാണ് ഈയൊരു സംഭവം അവിടെ നടന്നത്. വനത്തിനുള്ളിലേക്ക് 2-3 പേർ ചേർന്ന് പോകുകയും അവിടെ ഉണ്ടായിരുന്ന അത്യാവശ്യം വലിപ്പമുള്ള
ഒരു മരം മുറിച്ചിടുകയും ചെയ്തു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ഒരു ആന അവളുടെ കുഞ്ഞിനെ കൊന്നു എന്ന കാര്യം? അതേ ആനയും അതിൻ്റെ പാപ്പാനും കൂടിയാണ് വനത്തിനുള്ളിലേക്ക് ആ മരം പിടിച്ചുകൊണ്ടുവരുവാൻ വേണ്ടി പോയത്. സാമാന്യം വലിപ്പമുള്ള ഒരു ആന തന്നെയാണ്. ലക്ഷണമൊത്ത കൊമ്പുകളും ഉറച്ച ശരീരവും കറുകറുത്ത നിറവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒറ്റ നോട്ടത്തിൽ ആരുടെയും മനം കവരുന്ന ഒരു കൊമ്പൻ തന്നെയായിരുന്നു അത്. ഏതൊരു ആനയും അവനെ കണ്ടാൽ ഭയന്ന് വിറയ്ക്കും. അത്രയും തലയെടുപ്പായിരുന്നു അവനുണ്ടായിരുന്നത്. വനത്തിലേക്ക് ചെന്ന സമയം ആ തടി കെട്ടി വലിച്ചുകൊണ്ട് അവർ കുറച്ചു ദൂരം സഞ്ചരിച്ചു. അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനം അവർ കേൾക്കുവാനിടയായത്. അയാൾക്കൊപ്പം പോയ ആ സഹായി ഭയന്ന് വിറച്ച് അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. ആനപ്പുറത്തിരിക്കുന്ന പാപ്പാനുണ്ടോ ഭയം. അവൻ തൻ്റെ കൊമ്പനെ ആ കടുവയ്ക്ക് നേരെ നയിച്ചു. അങ്ങനെ അവളും ആ കൊമ്പനും നീർക്ക് നേരെ വന്നു. ചീറിക്കൊണ്ട് ആ കടുവ തൻ്റെ പല്ലുകൾ കാട്ടി ആ ആനയ്ക്ക് ചുറ്റും തൻ്റെ കോപം ജ്വലിക്കുന്ന കണ്ണുകൾ കൊണ്ട് നോക്കി നടന്നു. അവളുടെ നോട്ടം അപ്പോഴും ആനയുടെ മുകളിലിരിക്കുന്ന ആ പാപ്പാനെ ആയിരുന്നു. എന്നാൽ ആനയുടെ നോട്ടം ആ കടുവയെയും. ഇനിയും ഏതു നിമിഷവും എന്തും സംഭവിക്കാം. നിശ്ചലനായി ആ മരത്തിന് മുകളിൽ നിന്ന് അയാൾ ആ കാഴ്ചകൾ കണ്ടു. ആനപ്പാപ്പാൻ ആനയെ ആജ്ഞാപിച്ചു, മക്കളെ, അവളെ ചുറ്റിയെടുത്ത് നിലത്തേക്ക് അടിക്കുക, കൊമ്പുകൊണ്ട് കുത്തി ഭയപ്പെടുത്തി ഓടിക്കുക. ആന തൻ്റെ തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിച്ചുകൊണ്ട് ആ കടുവയ്ക്ക് നേരെ ചാർജ് ചെയ്തു. അവൾ ചാടി മാറുകയും ആനയുടെ പുറത്തേക്ക് ചാടിക്കയറുവാൻ നോക്കുകയും ചെയ്തു. കടുവയുടെ കൂർത്ത നഖങ്ങൾ ആനയുടെ പിൻഭാഗത്ത് വലിയ മുറിപ്പാടുകൾ സമ്മാനിച്ചു. വേദനയാൽ ആന നിലവിളിച്ചു. അതിവേഗം ആ കടുവ അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിലേക്ക് പോയി മറഞ്ഞു. രോക്ഷാകുലനായ ആ കാട്ടാന ചിഹ്നം വിളിച്ചുകൊണ്ട് അവിടെയാകെ ആ കടുവയെ തിരക്കി. കൊടുന്നനെ കുറ്റിക്കാടിൽ മറഞ്ഞിരുന്ന കടുവ തൻ്റെ പിൻകാലുകളിൽ കുതിച്ച് ആനയുടെ വശത്തേക്ക് ചാടി വീഴുകയും മാന്തിപ്പറിക്കുകയും കടിക്കുകയും ചെയ്തു. ആന തൻ്റെ കാലുകൾ കൊണ്ട് ആ കടുവയെ തൊഴിച്ച് ദൂരേക്കെറിഞ്ഞു. വീണ്ടും ആ കുറ്റിക്കാടിനുള്ളിലേക്ക് ആ കടുവ മറഞ്ഞു. അവൻ്റെ മുരൾച്ചയും ഗർജനവും അവിടെയാകെ ഒരു ഭയാനകമായ അന്തരീക്ഷം തീർത്തു. പേടിച്ച് വിറച്ചുകൊണ്ട് ആനക്കാരൻ്റെ സഹായി ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് ആ മരത്തിൻ്റെ മുകളിൽ അനങ്ങാതെയിരുന്നു. എന്നാൽ പാപ്പാനൊട്ടും ഭയമുണ്ടായിരുന്നില്ല. ഇതിനു മുന്നേയും തനിക്ക് നേരെ ഉണ്ടായ ആക്രമണം ആന നിഷ്പ്രയാസം തടുത്തതാണ്. ആ കടുവയെ ചുരുട്ടിയെടുത്ത് നിലത്തടിച്ചു കൊന്നതുമാണ്. അതുകൊണ്ട് ആ ആത്മവിശ്വാസത്തിൽ അയാൾ ഭയം തെല്ലുമില്ലാതെ ആനയെ നയിച്ചു. കടുവയുടെ മുരൾച്ച പല ഭാഗങ്ങളിൽ നിന്നും കേൾക്കുവാൻ തുടങ്ങി. ഓരോ സമയം മാറുമ്പോഴും പിന്നിൽ നിന്നും വശങ്ങളിൽ നിന്നുമെല്ലാം ആ കടുവയുടെ ഗർജനം മാറി മാറി കേട്ടു. പിന്നെ കൊടുന്നനെ അതവിടെ സംഭവിച്ചു. കടുവയെ തിരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കടുവ ആനയുടെ മുന്നിലൂടെ തൻ്റെ മസ്തകത്തിന് നേരെ ഉയർന്നു ചാടുകയും അവൻ്റെ ശക്തിയേറിയ കൂർത്ത നഖങ്ങളുള്ള ആ കൈകൾ കൊണ്ട് മസ്തകത്തിലടിച്ച് ആനയെ നിലത്തിടുകയും ചെയ്തു. അവളുടെ ആ ശക്തിയേറിയ അടിയിൽ ആനയുടെ അടി തെറ്റി. അവൻ ചരിഞ്ഞു വീണു. പുറത്തിരുന്ന പാപ്പാൻ വശം തെറ്റി നിലത്തേക്ക് പതിക്കുകയും ചെയ്തു. വളരെ പ്രയാസപ്പെട്ട് ദൂരേക്ക് തെറിച്ചു വീണ ആ പാപ്പാൻ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് വീണ് കിടക്കുന്ന തൻ്റെ ആനയുടെ അരികിലേക്ക് വന്നു. അദ്ദേഹത്തിന് നേരെ ചൊവ്വേ നടക്കുവാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ അനക്കമറ്റു കിടക്കുന്ന തൻ്റെ ആനയെ നോക്കി അയാൾ ഉച്ചത്തിൽ അലറി കരഞ്ഞു. അത്ര മാത്രമേ ആ മരത്തിലിരുന്ന ആൾക്ക് കാണുവാൻ സാധിച്ചുള്ളൂ. പിന്നീട് കണ്ടത് മഞ്ഞുകുടലിൽ കറുത്ത വരകളോടുകൂടിയ ആ ഭീമാകാരമായ കടുവ അയാൾക്ക് മുകളിലേക്ക് ചാടി വീഴുന്നതും കടിച്ചു കുടഞ്ഞുകൊണ്ട് അടുത്തുണ്ടായിരുന്ന കുറ്റിക്കാടിലേക്ക് കയറി മറയുന്നതുമാണ്. പേടിയോടെ ഭയത്തോടെ ആ നടുക്കുന്ന കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഒരക്ഷരം പോലും ഉരിയാടാതെ അയാൾ മരത്തിന് മുകളിൽ മണിക്കൂറുകളോളം കഴിച്ചുകൂട്ടി. കടുവ പൂർണ്ണമായി അവിടെ നിന്നും പോയി കഴിഞ്ഞു എന്ന് ഉറപ്പ് വന്ന ശേഷമാണ് അയാൾ താഴേക്കിറങ്ങിയത്. അയാളുടെ ആ പ്രിയപ്പെട്ട ആനയെ അയാൾ ഒന്ന് നോക്കി. അവന് ചെറിയൊരു അനക്കം മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. കടുവയുടെ അടികിട്ടിയ ഭാഗത്തു നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഒന്നനങ്ങുവാൻ പോലും കഴിയാതെ ആ കൊമ്പൻ അവിടെ കിടന്നു. പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല. അയാൾ അവിടെയെല്ലാം ആ പാപ്പാനെ തിരക്കി. ആനയുടെ വശത്തു നിന്നും കുറ്റിക്കാടിനുള്ളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയ രക്തം കലർന്ന ഒരു പാത അയാൾക്ക് കാണുവാൻ സാധിച്ചു. അതോടെ പിന്നീട് അവിടെ നിൽക്കുവാൻ അയാൾ ഭയന്നു. വളരെ വേഗം തന്നെ ആ ടിമ്പർ ഫാക്ടറി ലക്ഷ്യമാക്കി അയാൾ ഓടിക്കിതച്ചെത്തി. പോകുന്ന വഴിയിൽ പലയിടത്തും അയാൾ മറിഞ്ഞു വീണിരുന്നു. അയാളുടെ ദേഹമാകെ പരിക്ക് പറ്റിയാണ് ടിമ്പർ ഫാക്ടറിയിലേക്ക് ഓടിയെത്തിയത്. നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തിയ ആളെ അവിടുത്തെ ആളുകൾ സമാധാനപ്പെടുത്തുകയും ഫാക്ടറിക്കുള്ളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു.
ധാരാളം വെള്ളവും തുടയ്ക്കാൻ തുണിയും അവർ നൽകി. അയാളുടെ ശരീരമാകെ രക്തം പൊടിക്കുന്നുണ്ടായിരുന്നു. അവിടെയും ഇവിടെയുമെല്ലാം കമ്പുകളും കൂർത്ത മറ്റെന്തോ എല്ലാം കൊണ്ട് മുറിഞ്ഞിരുന്നു. ആളുകൾ അയാളെ സമാധാനപ്പെടുത്തി. നടന്ന കാര്യം എന്താണെന്ന് അയാൾ പതിയെ പതിയെ അവരോട് പങ്കുവച്ചു. കേട്ടവർ ഞെട്ടിപ്പോയി. കാരണം മാസങ്ങൾക്ക് മുന്നേ അവളുടെ ഒരു കുഞ്ഞിനെ തന്നെയായിരുന്നു ആ ആന അവൻ്റെ കൊമ്പിൽ കോർത്തതും ചുഴറ്റിയെടുത്ത് മരത്തിലടിച്ച് കൊന്നതും. അതിന് പ്രതികാരം ചെയ്തതാണെന്നാണ് അവിടുത്തെ ആളുകൾ വിശ്വസിച്ചത്. പിന്നീട് ഒരു നിമിഷം പോലും അവിടെ ചിലവഴിക്കുവാൻ അവർ തയ്യാറായില്ല. വളരെ വേഗം തന്നെ തക്ദ്വാര എന്ന ആ ഗ്രാമത്തിലേക്ക് പോകുകയും അവിടെ നിന്നും അവരവരുടേതായ ഗ്രാമങ്ങളിലേക്ക് അവർ പിരിഞ്ഞു പോകുകയും ചെയ്തു. വീണ്ടും ആ ടിമ്പർ ഫാക്ടറി അവിടെ അടഞ്ഞു കിടന്നു. ഓരോ ദിവസം കഴിയും തോറും ഒരുപാട് ധനനഷ്ടമാണ് അവർക്കുണ്ടാകുന്നതെന്നും ഈ കടുവയെ പിടികൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തുക പാരിതോഷികമായി നൽകാമെന്നും ടിമ്പർ ഫാക്ടറി ഉടമകളായ ഹെർമൻ ബ്രദേഴ്സ് എന്നോട് പറഞ്ഞു. ഞാൻ അതിന് സമ്മതം മൂളി. പിറ്റേ ദിവസം തന്നെ ശിവപുര എന്ന ഗ്രാമത്തിലേക്ക് ഞാൻ പുറപ്പെട്ടു. എനിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നത് ശിവപുര എന്ന ഗ്രാമത്തിലാണ്. അതുമാത്രമല്ല, അവളുടെ ഏറ്റവും കൂടുതൽ ആക്രമണവും നടന്നിരിക്കുന്നത് ആ ഗ്രാമത്തിലാണ്. അതുകൊണ്ടാണ് ഹെർമൻ സഹോദരങ്ങൾ എനിക്ക് താമസിക്കുവാനുള്ള സൗകര്യങ്ങളെല്ലാം ആ ഗ്രാമത്തിൽ ചെയ്തു തന്നിരിക്കുന്നത്. അവിടെ അന്വേഷിക്കുകയാണെങ്കിൽ ആ കടുവയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയുവാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ അവിടുത്തെ ഗ്രാമത്തലവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം അയാൾ ഒരുക്കി തരികയും ചെയ്യും. 2 ദിവസം കഴിഞ്ഞ് കാണണം ഞാൻ ശിവപുരിയിലേക്ക് എത്തിച്ചേർന്നു. നേരം പുലർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇക്കുറി ഈ കടുവയെ വേട്ടയാടാൻ പോയപ്പോൾ ജെയിംസും എനിക്കൊപ്പം വരണമെന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെ അയാളെയും ഞാൻ എനിക്കൊപ്പം കൊണ്ടുവന്നു. ഇതിനു മുന്നേ ഒരു കടുവയെ പിടിച്ചുള്ള യാതൊരു പരിചയവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു കൗതുകത്തിനാണ് അയാൾ എനിക്കൊപ്പം കൂടിയത്. അപകടം പിടിച്ച കാര്യമാണെന്നും ഒരുപക്ഷെ ജീവൻ പോയേക്കാമെന്ന് പോലും ഞാൻ അയാളോട് പറഞ്ഞിരുന്നു. അതൊന്നും വകവയ്ക്കാതെയാണ് അയാൾ എനിക്കൊപ്പം അവിടേക്ക് എത്തിയത്. എന്തായാലും ഗ്രാമത്തിൻ്റെ കവാടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമീണനോട് ഞാൻ ആരാണെന്നും ഞാൻ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നും പറഞ്ഞു. അപ്പോൾ തന്നെ അയാളുടെ മുഖത്ത് വിരിഞ്ഞ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഒട്ടും താമസിക്കാതെ തന്നെ അയാൾ ഞങ്ങളെ അവിടുത്തെ ഗ്രാമത്തലവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പറഞ്ഞറിയിക്കാൻ വയ്യ, അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമം തന്നെയായിരുന്നു ഇത്. ഇവിടുത്തെ ആളുകളുടെ സഹകരണം അത് വാക്കുകൾക്കപ്പുറമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അവിടുത്തെ പല കുടിലുകളും ഒഴിഞ്ഞിരിക്കുന്നു. ആഴ്ചകളോ മാസങ്ങളോ ആയി കാണും അവിടുത്തെ ആളുകൾ അവിടം ഉപേക്ഷിച്ച് മറ്റിടങ്ങളിൽ പോയിട്ട്. എനിക്കൊപ്പം ഗ്രാമത്തലവൻ്റെ വീട്ടിലേക്ക് നടന്നു വന്ന അയാളോട് ഞാൻ വിശദമായി തന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചു. കടുവയുടെ ശല്യം തുടങ്ങിയപ്പോൾ കുറച്ച് ജീവൻ അവളും അവളുടെ രാക്ഷസ പിള്ളാരും കൂടി എടുത്തപ്പോൾ ഇവിടെ നിന്ന് പലരും ഈ ഗ്രാമം ഉപേക്ഷിച്ച് മറ്റ് പല സ്ഥലങ്ങളിലേക്കും പലായനം ചെയ്തു പോയി. ഈ പ്രശ്നമെല്ലാം പരിഹരിക്കുകയാണെങ്കിൽ അവരിവിടേക്ക് തിരികെ എത്തും. ഇല്ല എങ്കിൽ ഈ ഗ്രാമം ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്കും പോകേണ്ടതായി വരും. ഇത് പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്ത് വിശ്വസിച്ച് സാഹിബ്, ഞാനും എൻ്റെ കുടുംബവും ഇവിടെ താമസിക്കും. ഗ്രാമത്തലവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ പലതും പറയുന്നുണ്ട്. എങ്കിലും നിങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അല്പം പ്രതീക്ഷ ഉണ്ടായത് തന്നെ. ഞങ്ങൾ അവിടുത്തെ ഗ്രാമത്തലവൻ്റെ കുടിലിന് മുന്നിൽ എത്തിച്ചേർന്നു. അയാൾ ഗ്രാമത്തലവനെ വിളിച്ചു. അദ്ദേഹം കുടിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ കുടിലിനുള്ളിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഗർനാഥ്, ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ ഗ്രാമത്തലവനാണ്. ഹെർമൻ സഹോദരങ്ങൾ നിങ്ങളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അവരൊരിക്കൽ ഇവിടെ വരികയും ചെയ്തിരുന്നു. നിങ്ങൾ ഇവിടെ വരുമെന്നും നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്നും അവർ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് താമസിക്കുവാൻ വേണ്ടി എൻ്റെ കുടിലിനടുത്ത് തന്നെയാണ് ഞാൻ താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ ഭയക്കണ്ട, ഇവിടെ താമസ സൗകര്യത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടുത്തെ പല കുടിലുകളും ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊപ്പം വന്ന രംഗശ്രീ പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനൊരു തലപോയ കോടാലിയാണ്. വായി വരുന്നതെല്ലാം വിളിച്ചു പറയും. അതിനൊന്നും നിങ്ങൾ കൂടുതൽ ചെവി കൊടുക്കണ്ട. ഇവിടെ നടന്ന സംഭവങ്ങളെപ്പറ്റി ഞാൻ അയാളോട് ചോദിച്ചു മനസ്സിലാക്കി. അയാൾ ആദ്യം മുതലേ ഇവിടെ നടന്ന സംഭവങ്ങളെപ്പറ്റിയും കൊലപാതകങ്ങളെപ്പറ്റിയും വിശദമായ ഒരു വിവരം തന്നെ ഞങ്ങൾക്ക് നൽകി. ശിവപുര, തക്ദ്വാര, ബില എന്നീ 3 ഗ്രാമങ്ങളെയാണ് പ്രധാനമായി ഇവൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രായമായപ്പോൾ ഇവളുടെ കുഞ്ഞുങ്ങൾ ഇവളിൽ നിന്നും അകന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവരെ കൊല്ലുകയും ചെയ്തു. ആ കഥകളും അയാൾ ഞങ്ങളോട് പറഞ്ഞു. അത് പറയുമ്പോൾ തികഞ്ഞ ആവേശത്തിലായിരുന്നു അയാൾ. എന്നാൽ
ഇവരുടെ കഥയിലേക്ക് വരുമ്പോൾ അയാൾ തികച്ചും ഭയത്തിലും വിഷമത്തിലുമായിരുന്നു. ഉച്ച കഴിഞ്ഞതോടെ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അയാളിൽ നിന്നും മനസ്സിലാക്കിയ ശേഷം ഞങ്ങൾ പതിയെ ഞങ്ങൾക്കായി ഒരുക്കിയിട്ടിരിക്കുന്ന കുടിലുകളിലേക്ക് മടങ്ങി. രാത്രികാലങ്ങളിൽ നിങ്ങൾ ചെവി ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കടുവയുടെ കാൽപതന ശബ്ദങ്ങൾ കേൾക്കുവാൻ കഴിയുമെന്നും ഈ ഗ്രാമത്തെ അവൾ പിടികൂടിയിരിക്കുകയാണെന്നും അയാൾ ഞങ്ങളോട് പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ ജെയിംസ് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞ കാര്യങ്ങളുടെ വാസ്തവം എന്താണെന്ന് അറിയില്ല. ഇതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങളെപ്പറ്റിയും അവനൊരു ധാരണയുമില്ല. ദിവസങ്ങൾക്ക് മുന്നേ വനത്തിനുള്ളിലേക്ക് മാനിനെ വേട്ടയാടാൻ പോയ ആ ഒരു ചിന്തയായിരിക്കാം അവൻ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ലാഘവത്തോടെ ആയിരിക്കാം അവൻ ഈ വേട്ടയെയും കാണുന്നതും. അതുകൊണ്ടായിരിക്കാം അവൻ ഇങ്ങനെ ചിരിക്കുവാൻ സാധിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് പ്രകാരം തഗ്ഡ്വാരയിൽ നിന്നും കുറച്ച് ആട്ടുംപറ്റങ്ങളെ അവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ശിവപുരയിലെ പല ഭാഗങ്ങളിലായി ഞങ്ങൾ ആ ആടുകളെ കെട്ടിയിടുകയും ചെയ്തു. അവിടുത്തെ ഗ്രാമീണർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇത് വ്യർത്ഥമാണ്. കാരണം പല പ്രാവശ്യവും അവർ ഇങ്ങനെ ചെയ്തു നോക്കിയതാണ്. ആ സമയങ്ങളിൽ ആ കടുവകൾ ഒരാടിനെ പോലും ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതും വ്യർത്ഥമാണ്. അങ്ങനെയാണ് അവിടുത്തെ നാട്ടുകാർ ഞങ്ങളോട് പറഞ്ഞത്. എങ്കിലും അന്ന് വൈകുന്നേരമായപ്പോഴേക്കും ഞങ്ങളുടെ പണികളെല്ലാം പൂർത്തീകരിച്ച ശേഷം കുടിലുകളിലേക്ക് മടങ്ങി യാത്രയുടെ ക്ഷീണത്തിൽ കിടന്ന് നല്ലപോലെ ഒന്ന് ഉറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് കാലത്ത് തന്നെ ആടുകളെ കെട്ടിയിട്ട ഭാഗങ്ങളിൽ പോയൊരു തിരച്ചിൽ നടത്തിയിരുന്നു. അവിടുത്തെ ഗ്രാമീണർ പറഞ്ഞതുപോലെ തന്നെയാണ് അവിടെ സംഭവിച്ചത്. കെട്ടിയിട്ട ഭാഗത്തൊന്നും ഒരു കടുവയുടെ കാൽപ്പാടുകൾ പോലും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചില്ല. എന്നാൽ വനത്തിനരികിൽ കെട്ടിയിരുന്ന ഒരാടിൻ്റെ അരികിൽ നിന്നും ഏകദേശം മീറ്ററുകൾ അകലെ ഒരു കാലടയാളം ഞങ്ങൾ കണ്ടിരുന്നു. എന്നാൽ ഞങ്ങൾ തിരയുന്ന കടുവയുടെ കാൽപ്പാടായിരുന്നില്ല, അതൊരു പുലിയുടെ കാലടയാളമായിരുന്നു. എന്നാൽ അവൻ ഈ ആടിനെ പിടികൂടുവാൻ തയ്യാറായില്ല. കുറച്ചു ദൂരം അടുത്തേക്ക് വന്നതിന് ശേഷം പിന്നെ തിരികെ വനത്തിനുള്ളിലേക്ക് മറയുകയാണ് ചെയ്തത്. പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ കടുവയുടെ ആക്രമണം ഉണ്ടായ ആ 2 ഗ്രാമങ്ങളെയും ഞങ്ങൾ സന്ദർശിച്ചു. തഗ്വാരയും അതുപോലെ ബില്ലയും. തഗ്വാരയിലെ ഗ്രാമത്തിലേക്ക് പോവുകയും അവിടുത്തെ ആളുകളെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ഹെഡ്മൺ സഹോദരങ്ങളുടെ ടിമ്പർ ഫാക്ടറിയിലേക്കും ഞങ്ങൾ പോയിരുന്നു. ഒരു ശ്മശാനമുഖമായ ഒരു ഭീതിയാണ് അവിടേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. എങ്ങും നിശബ്ദത. പുല്ലുകൾ പൊട്ടിമുളച്ച് വരുന്നുണ്ട്. 2-3 ആഴ്ചകൾ കൂടി കഴിയുമ്പോഴേക്കും ഇവിടെ ആകെ പുല്ലുകൾ കൊണ്ട് നിറയും. വള്ളിപ്പടർപ്പുകൾ ടിമ്പർ ഫാക്ടറി പിടിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനൊരവസ്ഥയിലേക്ക് പോകുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ പതിയെ ഞങ്ങൾ അവിടെ നിന്നും ബില എന്ന ഗ്രാമത്തിലേക്ക് പോയി. അവിടുത്തെ ധീരനായ ആ ഗ്രാമത്തലവനെ കാണുകയും കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഏറ്റവും അവസാനം ഒരു കടുവ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ബർമീസ് കടുവ കെണിയെപ്പറ്റി അയാളോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. പണ്ട് ഞാനും ഇതുപോലെ ഒരു കടുവക്കണി ഉണ്ടാക്കിയിരുന്നു എന്നും അതിലൊരു കടുവ പെട്ടു എന്നും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ വീണ്ടും കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും കൂടുതൽ സമയം അവിടെ ചെലവഴിക്കുകയും ചെയ്തു. അന്നത്തെ രാത്രിയിൽ അവിടെ തങ്ങാമെന്ന് അദ്ദേഹം പറഞ്ഞു. അയാളുടെ പേര് രാംഗംഗ എന്നാണെന്നും ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അദ്ദേഹം ഒരുക്കി തരികയും ചെയ്തു. പിന്നെ അന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് അവിടെ നടന്ന സംഭവങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അയാൾ നൽകി. ആദ്യമായി ആ കടുവയും അവളുടെ കുഞ്ഞുങ്ങളും പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളുടെ ഗ്രാമത്തിനരികിലുള്ള വനത്തിലാണെന്നും ഇവിടെ നിന്നും ഞങ്ങൾ അവരെ ഭയപ്പെടുത്തി ഓടിക്കുകയായിരുന്നുവെന്നും അയാൾ പറഞ്ഞു. അത് മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നുവെന്നും ഇന്ന് ഇത്രയും വലിയ നരഭോജിയായി തീരുമെന്നറിഞ്ഞിരുന്നുവെങ്കിൽ അന്നേ അതിനെ കൊന്നുകളയുമായിരുന്നുവെന്നും അയാൾ ഞങ്ങളോട് പറഞ്ഞു. എന്തായാലും അവളുടെ 2 കുട്ടികളെ കൊല്ലുവാൻ സാധിച്ചല്ലോ. ഇനിയും അവൾ കൂടി മാത്രമല്ലേ ഉള്ളൂ. അവളെ സൂക്ഷിക്കണം. തന്ത്രശാലിയായ ഒരു കടുവയാണവൾ. ഒരിക്കൽ ആക്രമണം നടത്തുന്ന പ്രദേശത്ത് അവൾ പിന്നീട് ഇരിക്കാറില്ല. മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുകയാണ് പതിവ്. അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും ആർക്കും അവളെ പിടികൂടുവാൻ സാധിക്കാത്തത്. അവളുടെ ഇത്രയും ജീവിത കാലയളവ് കൊണ്ട് അവൾ പലതും പഠിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ സ്വഭാവവും എല്ലാം അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. അവൻ്റെ ദുർബലതകൾ എന്താണെന്ന് അവൾക്ക് നല്ലപോലെ വളരെ വ്യക്തമായി തന്നെ അറിയാം. അതിൻ്റെ എല്ലാം സഹായത്തോടെയാണ് ഓരോ മനുഷ്യരെയും അവൾ ഇപ്പോൾ ആക്രമിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചും സന്തോഷിച്ചും അന്നത്തെ രാത്രി ഞങ്ങൾ തള്ളി നീക്കി. പിറ്റേന്ന് കാലത്ത് തന്നെ ബെല എന്ന ഗ്രാമത്തിൽ നിന്നും ശിവപുര എന്ന ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. ഇതിനോടകം ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആ കടുവയെപ്പറ്റി ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ജെയിംസിൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല, പരിഭ്രമമായിരുന്നു. എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന ചിന്തയായിരിക്കാം അദ്ദേഹത്തെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിതെല്ലാം മനസ്സിൽ ചിന്തിച്ചു. അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. അയാളോട് ചോദിച്ചു, ഇത്രയും അപകടകരമായ കാര്യമാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനിതിന് പുറപ്പെടുകയില്ലായിരുന്നു.
എന്നാൽ ഇപ്പോൾ ഈ ഗ്രാമത്തെ സംരക്ഷിക്കേണ്ടതും ആ കടുവയെ പിടിക്കേണ്ടതും എൻ്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എന്നെ അലട്ടുന്ന ഒരു വിഷമം ഇത് മാത്രമാണ്. ഇനിയും നമുക്ക് അവളെ പിടിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ള ഒരു വിഷമം മാത്രം. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരും. ഉറപ്പായും നമുക്ക് ആ കടുവയെ പിടികൂടണം. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ശിവപുര എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഞങ്ങൾ എത്തിച്ചേരുമ്പോൾ ഗ്രാമത്തലവൻ്റെ വീടിന് മുന്നിൽ ഒരു വലിയൊരു ആൾക്കൂട്ടത്തെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അത് കണ്ടതും വളരെ വേഗം ഞങ്ങൾ അവിടെ കൂടിയെത്തി. ഗംഗാറാം കരയുന്ന കാഴ്ചയാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. കാര്യം എന്താണെന്ന് ഞാൻ അവരോട് തിരക്കി. അതിലൊരാൾ നടന്ന സംഭവം എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞു. ശിവപുരയുടെ അരികിലൂടെ ഒഴുകുന്ന ഗർവ നദിയുടെ മറുകരയിലാണ് ദക്ഷിപൂർ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഘർനാഥിൻ്റെ മകളെ വിവാഹം കഴിച്ചു വിട്ടിരിക്കുന്നത് ആ ഗ്രാമത്തിലേക്കാണ്. ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്നാണ് അവളും അവളുടെ ഭർത്താവും കൂടി ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരുവാൻ വേണ്ടി അവിടെ നിന്നും പുറപ്പെട്ടത്. എന്നാൽ വരുന്ന വഴിയിൽ കിർവ നദി മുറിച്ചു കടന്ന് അവർ മറുകരയിലേക്ക് എത്തിയതും അവിടെ നിന്ന് കുറച്ചു ദൂരം സഞ്ചരിച്ചു വന്നതും ആ കടുവ അവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ചീറി അടുത്തുകൊണ്ട് ആ കടുവ അവർക്ക് നേരെ അലറി വന്നു. അവർ ഇരുവരും ഭയന്നു. ഗ്രാമത്തിലേക്കുള്ള വഴിയിലൂടെ അവർ ഇരുവരും ഒരുമിച്ച് അവരെ കൊണ്ടാവുന്ന വിധം ഓടി. എന്നാൽ ആ കടുവയ്ക്ക് മുന്നിൽ അവർ പകച്ചു വീണു. ഗിർനാഥിൻ്റെ മകളുടെ മുകളിലേക്ക് ആ കടുവ ചാടി വീഴുകയും അവളെ കടിച്ചു കുടയുകയും ചെയ്തു. തൻ്റെ ഭാര്യയെ ആ കടുവ ആക്രമിക്കുന്നത് കണ്ട് അവൻ നിലവിളിച്ചുകൊണ്ട് ആ കടുവയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. എന്നാൽ കടുവയുടെ കൂർത്ത നഖങ്ങൾ കൊണ്ടുള്ള അടിയിൽ അവൻ ദൂരേക്ക് തെറിച്ചു വീണു. അവൻ ദൂരേക്ക് തെറിച്ചു വീണതും അവളുടെ കഴുത്തിലേക്ക് ആ കടുവ തൻ്റെ കൂർത്ത കോമ്പലുകൾ ആഴത്തിലിറക്കി. അവന് മുന്നിലിട്ടുകൊണ്ട് ആ കടുവ അവളെ കടിച്ചു കുടഞ്ഞു. നിസ്സഹായതോടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അനക്കമില്ലാതെ അവൻ ആ കാഴ്ചകളെല്ലാം കണ്ടു നിൽക്കുവാൻ മാത്രമാണ് കഴിഞ്ഞത്. ആ കടുവയുടെ അടി അത്രയും ആഴത്തിലുള്ളതായിരുന്നു. അവന് നനങ്ങുവാൻ പോലും സാധിച്ചില്ല. ആ മരത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ തന്നെ അവൻ കിടന്നു. അല്പസമയത്തിന് ശേഷം അവളെ കടിച്ചു വലിച്ചിടിച്ചുകൊണ്ട് ആ കടുവ അടുത്തുണ്ടായിരുന്ന വനത്തിനുള്ളിലേക്ക് കയറിപ്പോയി. അതുവഴി കടന്നുപോയ കുറച്ചു പേരാണ് ഇദ്ദേഹത്തെ ഈ ഗ്രാമത്തിലേക്ക് എത്തിച്ചത്. സ്വബോധം വീണ്ടെടുത്തപ്പോഴേക്കും മണിക്കൂറുകൾ തന്നെ കഴിഞ്ഞു പോയിരുന്നു. ബോധം വീണ അയാൾ അവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് ഞങ്ങളുമായി പങ്കുവച്ചു. സംഭവം നടന്നിട്ട് മണിക്കൂറുകൾ മാത്രമായിരുന്നു കഴിഞ്ഞിരുന്നത്. ഗിർനാഥ് ഒന്നും മിണ്ടാതെ തല കുനിച്ചുകൊണ്ട് തൻ്റെ കുടിലിന് മുന്നിൽ അങ്ങനെ ഇരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ ഒന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം ഒട്ടും സമയം കളയാതെ ആ കടുവയെ തേടി സംഭവം നടന്ന ആ പ്രദേശത്തേക്ക് സഞ്ചരിച്ചു. അവർ പറഞ്ഞതുപോലെ സംഭവം നടന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. കടുവ ഒരിരയെ വലിച്ചിടിച്ചു കൊണ്ടുപോയ പാടും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. വലിച്ചിടിച്ചു കൊണ്ടുപോയ പാടിനെ പിൻപറ്റി ഞങ്ങൾ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ആ ട്രാക്ക് നല്ല പോലെ തന്നെ കാണുവാൻ സാധിച്ചു. പുല്ലുകൾ അമർത്തി മണ്ണിലുരസി വലിച്ചിടിച്ചു കൊണ്ടുപോയ പാടും രക്തത്തുള്ളികളും അരിഞ്ഞ പുൽനാമ്പുകളും എല്ലാം വളരെ വ്യക്തമായിരുന്നു. അധിക ദൂരം ആ കടുവ ആ ശരീരം വലിച്ചിടിച്ചു കൊണ്ട് പോയി കാണുമെന്ന് ജെയിംസ് എന്നോട് പറഞ്ഞു. ഞാൻ അതിനെ ശരിയും വെച്ചു. കാരണം കടുവകൾ ഒരിക്കലും തൻ്റെ ഇരയെ വേട്ടയാടുന്ന സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കാറില്ല. അവിടെ നിന്നും കുറേ ദൂരം വലിച്ചിടിച്ചു കൊണ്ട് പോയി മാത്രമാണ് അതായിരിക്കുന്നത്. കുറച്ചു ദൂരം മുന്നിലേക്ക് നടന്നു പോയപ്പോൾ തന്നെ ആ പാത പോയിരിക്കുന്നത് എവിടേക്കാണെന്ന കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതിപ്പോൾ പോയിരിക്കുന്നത് ഉൾവനങ്ങളിലേക്കാണ്. മുന്നിലേക്ക് നടന്നു കയറുമ്പോൾ കാടിൻ്റെ സ്വഭാവം മാറുന്നത് ഞങ്ങൾക്ക് നല്ല പോലെ തന്നെ അറിയുവാൻ സാധിച്ചു. മരങ്ങളുടെ എണ്ണം കൂടുകയും വള്ളിപ്പടർപ്പുകൾ വല്ലാതെ ആ വനത്തെ ചുറ്റിപ്പിടിക്കുന്നതായും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. കുറ്റിക്കാടുകളും പുൽപ്പരപ്പുകളും നിറഞ്ഞ പ്രദേശത്തു കൂടി പതിയെ ഞങ്ങൾ മുന്നിലേക്ക് നടന്നു നീങ്ങി. പല ഭാഗങ്ങളിലും വള്ളിപ്പടർപ്പുകൾ ഞങ്ങൾക്ക് മുന്നോട്ടുള്ള പാതയെ തുരങ്കം വെച്ചു. എങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് ആ വലിച്ചിഴച്ച പാടുകളെ പിൻപറ്റി ഞങ്ങൾ മുന്നിലേക്ക് നടന്നു നീങ്ങി. അവസാനം അതെത്തിച്ചേർന്നത് ഒരു വലിയ മരത്തിന് ചുവട്ടിൽ ഉണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിനരികിലേക്കാണ്. അവിടെ എത്തി ആ പാട് പൂർണ്ണമായും അവസാനിച്ചതായി ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. ദൂരെ നിന്ന് തന്നെ മനസ്സിലാക്കിയ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിന് പിന്നിലേക്ക് ഒളിച്ചിരിക്കുകയും ആ കടുവയുടെ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു. അല്പസമയം പരിശോധിച്ചതിൽ നിന്നും കടുവയുടെ സാന്നിധ്യം അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ഞങ്ങൾ പതിയെ ആ കുറ്റിക്കാടിനരികിലേക്ക് നടന്നു. കുറ്റിക്കാടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ആ ശരീരം ഘർനാഥിൻ്റെ മകളുടേത് തന്നെയാണെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തി. ശരീരത്തിൽ നിന്നും ഒരു തുണ്ട് മാംസം പോലും അവൾ ആഹരിച്ചിരുന്നില്ല. അവൾ തിടുക്കത്തിൽ ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ച് മറ്റെവിടേക്കെങ്കിലും പോയിരിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ ഇതിന് പിന്നാലെ മനുഷ്യൻ വരുന്നെന്ന വിവരം അവൾക്ക് മനസ്സിലായി കാണണം. അതുകൊണ്ട് ഇരയെ ഉപേക്ഷിച്ച് അവൾ ഇവിടുന്ന് കടന്നു കളഞ്ഞതായിരിക്കാം.
എന്തായാലും ഈ വിവരം ഗ്രാമത്തിലുള്ളവരെ അറിയിക്കണം. പിന്നെ ഒട്ടും സമയം പാഴാകില്ല. ഞങ്ങൾ വന്ന വഴി അത്രയും തിരികെ നടന്നു. സംഭവം നടന്ന സ്ഥലത്തു നിന്നും ഏകദേശം 2.5 മൈൽ അകലെയാണ് ഇപ്പോൾ ശരീരം കിടന്നിരിക്കുന്നത്. ഗ്രാമത്തിലെത്തിയ ഞങ്ങൾ ഈ വിവരം ഗ്രാമീണരെ അറിയിച്ചു. ഗ്രാമത്തിലുള്ളവർ അപ്പോൾ തന്നെ ആ ശരീരം വീണ്ടെടുക്കുവാൻ വേണ്ടി അവിടേക്ക് പുറപ്പെടുവാൻ തുനിഞ്ഞു. ഞാൻ അവരെ തടുത്തു. ഇന്നത്തെ ഒരു രാത്രി കൂടി എനിക്ക് നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ കടുവയെ എനിക്ക് പിടികൂടുവാൻ സാധിക്കുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഗർനാഥ് ആദ്യമൊക്കെ അതിനെ വിസമ്മതിച്ചുവെങ്കിലും ഗ്രാമത്തിലുള്ള ആളുകളുടെയും എൻ്റെയും എല്ലാം തുടരെയുള്ള അഭ്യർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം സമ്മതം മൂളി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും ഞാൻ ജെയിംസിനെ ഗ്രാമത്തിൽ നിർത്തി ഒറ്റയ്ക്ക് ആ വനത്തിനുള്ളിലൂടെ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. ഗ്രാമത്തിലുള്ള ആളുകൾ എന്നെ വിലക്കി. അവരും കൂടെ അവിടം വരെ വരുമെന്നും നിങ്ങളെ സുരക്ഷിതമായി ആ മരത്തിൻ്റെ മുകളിൽ ഇരുത്തിയതിന് ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ എന്നും അവർ വാശി പിടിച്ചു. അവസാനം അവരുടെ വാശിക്ക് മുന്നിൽ ഞാൻ വഴങ്ങിക്കൊടുത്തു. വൈകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ 8-9 പേരടങ്ങുന്ന സംഘം വനത്തിനുള്ളിലൂടെ സംഭവം നടന്ന, അതായത് ശരീരം നടന്ന സ്ഥലത്തേക്ക് പോയി. ആ കടുവ ഇതുവരെയും അവിടേക്ക് മടങ്ങി വന്നതിൻ്റെ യാതൊരു ലക്ഷണവും അപ്പോഴും അവിടെ ഉണ്ടായിരുന്നില്ല. കുറ്റിക്കാടിനുള്ളിൽ തന്നെ ശരീരം കിടക്കുകയായിരുന്നു. അവിടെയുള്ളവർ ആ ശരീരം വന്ന് കാണുകയും അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിന് മുകളിലേക്ക് എന്നെ സുരക്ഷിതമായി ഇരുത്തുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് പ്രകാരം അവർ അവിടെ നിന്നും തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി. പുലർച്ചെ തന്നെ ഇവിടേക്ക് മടങ്ങി വരാമെന്നും അവർ പറഞ്ഞു. ജെയിംസിന് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല തിരികെ ഗ്രാമത്തിലേക്ക് പോകുവാൻ. എങ്കിലും എൻ്റെ നിർബന്ധത്തിൽ അദ്ദേഹം വഴങ്ങി ഗ്രാമത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. സമയം ഇപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞ് കാണണം. ഞാൻ ആ കടുവയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഇതുവരെയും ആ കടുവ ഇവിടേക്ക് മടങ്ങിയെത്തിയതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. ആ ശരീരം തേടി ആളുകൾ ഇവിടേക്ക് മടങ്ങിയെത്തുമെന്ന് അവൾക്ക് നല്ലപോലെ അറിയാമായിരിക്കാം. മടങ്ങിയെത്തുകയാണെങ്കിൽ മനുഷ്യൻ ഈ ശരീരം കൊണ്ടുപോകുമെന്നും അവൾക്കറിയാം. ഒരു പക്ഷേ മടങ്ങിയെത്തിയില്ല എങ്കിൽ അവൾ ഇവിടേക്ക് രാത്രിയുടെ മറവിൽ മടങ്ങിയെത്തുകയും ഈ ശരീരം ആഹരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു കണക്കുകൂടലിലായിരിക്കാം അവൾ ഇവിടെ നിന്നും കടന്നു പോയിരിക്കുക. സമയം പതിയെ മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി. കൊച്ചു പക്ഷികളും കാട്ടുമൃഗങ്ങളുമെല്ലാം അതുവഴി കടന്നു പോകുന്നതും എനിക്ക് കാണുവാൻ സാധിച്ചു. എല്ലാം നോക്കിക്കണ്ടുകൊണ്ട് ഞാൻ ചെവികളും കണ്ണുകളും കൂർപ്പിച്ച് ആ മരത്തിന് മുകളിൽ ചിലവഴിച്ചു. മണിക്കൂറുകൾ കടന്നുപോയി. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് പൂർണ്ണമായും അസ്തമിച്ചു. തറനിരപ്പിൽ നിന്നും ഞാനിരിക്കുന്ന കൊമ്പിലേക്ക് വരെയുള്ള ഉയരം ഏകദേശം കഷ്ടിച്ച് കൊമ്പിൽ നിന്നും താഴേക്ക് തൂക്കിയിട്ടിരുന്ന എൻ്റെ കാൽ പതിയെ ഉയർത്തുകയും മരത്തിലേക്ക് പൊക്കി വയ്ക്കുകയും ചെയ്തു. ഇനിയും ഒരു പക്ഷേ എൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി മരത്തിനരികിലേക്ക് ആ കടുവ വരികയും ചാടുകയും ചെയ്താൽ പോലും എൻ്റെ കാലിൽ പിടികിട്ടാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കുറച്ചുകൂടി ഉയരത്തിലേക്ക് പോകാം എന്ന് കരുതിയാൽ രാത്രിയുടെ കട്ടി കൂടി വരുമ്പോൾ ആ കടുവ അവൻ പിടിച്ചിട്ട ഇരയിലേക്ക് വരികയാണെങ്കിൽ അതിനെ വ്യക്തമായി കാണുവാൻ സാധിക്കില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ശിഖരം തന്നെ തിരഞ്ഞെടുത്തത്. ആ കുറ്റിക്കാടും പരിസര പ്രദേശവും വളരെ വ്യക്തമായി തന്നെ അരണ്ട വെളിച്ചത്തിൽ എനിക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. ആ കടുവ കടന്നു വരുവാൻ ഇടയുള്ള ആ വഴിയിലേക്ക് ഞാൻ ഉറ്റുനോക്കിയിരുന്നു. വനത്തിനുള്ളിൽ നിന്നും ഒരു കേഴമാൻ്റെ ഒച്ച അവിടെ ഉയർന്നു കേട്ടു. മാംസഭോജിയായ ഏതോ ഒരു മൃഗത്തെ കണ്ടുകൊണ്ടുള്ള ഒച്ചയാണെന്നും അതൊരു പക്ഷേ ഇവൾ തന്നെയാകാമെന്നും ഞാൻ കണക്കുകൂട്ടി. പിന്നീട് ആ കേഴമാനിൻ്റെ അലർച്ച അകന്നകന്ന് പോകുന്നതും എനിക്ക് വ്യക്തമായി കേൾക്കുവാൻ സാധിച്ചു. പിന്നെ നീണ്ടു നിന്നത് നിശബ്ദതയുടെ നിമിഷങ്ങളായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ആ കടുവയുടെ സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഞാനിരുന്ന മരത്തിന് അടിയിലൂടെ ഏതോ ഒരു ജീവി നടന്നു പോകുന്നതിൻ്റെ കാലൊച്ച ഞാൻ വളരെ വ്യക്തമായി തന്നെ കേട്ടു. വളരെ ആയാസപ്പെട്ട് ഞാൻ താഴേക്ക് നോക്കിയെങ്കിലും എനിക്കൊന്നും തന്നെ കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. നരഭോജിയായ കടുവയുടെ മുൻകരുതലുകളാണ് അതിനെല്ലാം കാരണമെന്നും ഞാൻ മനസ്സിലാക്കി. അവൻ ഓരോ ചുവടും വളരെ ശ്രദ്ധാപൂർവമാണ് മുന്നിലേക്ക് വെക്കുന്നതെന്നും എനിക്കറിയുവാൻ സാധിച്ചിരുന്നു. ഇതുവരെയുള്ള എൻ്റെ വേട്ട ജീവിത അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവയെല്ലാം. മിനിറ്റുകൾ മണിക്കൂറുകൾ പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാനിരുന്ന മരത്തിന് ചുവട്ടിൽ ഏതോ ഒരു ജീവി നിൽക്കുന്നതായും എന്നെ തന്നെ രൂക്ഷമായി നോക്കുന്നതായും എനിക്ക് തോന്നി. വളരെ പ്രയാസപ്പെട്ട് മരത്തിന് ചുറ്റുപാടും ഞാൻ നിരീക്ഷിച്ചുവെങ്കിലും എനിക്കൊന്നിനെയും കാണുവാൻ സാധിച്ചില്ല. ഞാൻ പതിയെ ആ മരക്കൊമ്പിൽ എഴുന്നേറ്റ് നിന്നു. മരത്തിൻ്റെ തടിയിലേക്ക് ചാരി നിന്നു. എൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു നീളൻ തുണി കൊണ്ട് ആ മരത്തെയും എന്നെയും തമ്മിൽ ബന്ധിപ്പിച്ചു നിർത്തി. ഒരു കാരണവശാലും നിലത്തേക്ക് വീണു പോകാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. പതിയെ ഞാൻ ആ മരത്തിൻ്റെ കൊമ്പിലേക്ക് ഇരുന്നു. കാലുകൾ പൊക്കി വയ്ക്കുകയും ചെയ്തു. ആ ശരീരം കിടക്കുന്ന ഭാഗത്തേക്ക് ഞാൻ എൻ്റെ റൈഫിൾ ചൂണ്ടി. ഇനിയും ഏത് നിമിഷവും ആ കടുവ
അവിടേക്ക് കടന്നു വരുമെന്നും കുറ്റിക്കാടിനുള്ളിൽ പുതച്ചു വെച്ചിരിക്കുന്ന ശരീരം വലിച്ചു പുറത്തിടുകയും അത് ആഹരിക്കുകയും ചെയ്യുമെന്നും ഞാൻ കണക്ക് കൂട്ടി. എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഞാനിരുന്ന മരത്തിൻ്റെ തടിയിൽ അവൾ മാന്തുന്നതിൻ്റെയും കയറുവാൻ ശ്രമിക്കുന്നതിൻ്റെയും ശബ്ദങ്ങൾ ഞാൻ കേട്ടു. പതിയെ ഞാൻ നിലത്തേക്ക് നോക്കി. ഞാനിരുന്ന മരത്തിന് താഴെ അരണ്ട വെളിച്ചത്തിൽ ചാരനിറത്തോടു കൂടിയ ഒരു ജീവി നടന്നു നീങ്ങുന്നതും മരത്തിലേക്ക് കയറുവാൻ ശ്രമിക്കുന്നതും എനിക്ക് കാണുവാൻ സാധിച്ചു. സൂക്ഷ്മമായി ഞാൻ അവിടേക്ക് നോക്കി. അവൻ്റെ 2 തിളങ്ങുന്ന കണ്ണുകൾ അരണ്ട വെളിച്ചത്തിൽ എനിക്ക് കാണുവാൻ സാധിച്ചു. ഞാൻ പതിയെ എൻ്റെ റൈഫിൽ അതിന് ചുവട്ടിലേക്ക് ചൂണ്ടി. എന്നാൽ അല്പസമയത്തെ അവളുടെ പ്രയത്നം ഉപേക്ഷിച്ചുകൊണ്ട് അവൾ പതിയെ പമ്മി ആ കുറ്റിക്കാടിനരികിലേക്ക് നടന്നു നീങ്ങി. അതിനുശേഷം കുറ്റിക്കാടിനുള്ളിൽ കടന്നിരുന്ന ആ ശരീരം കടിച്ചെടുക്കുകയും പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരികയും ചെയ്തു. ഞാൻ എൻ്റെ റൈഫിൽ പതിയെ തോളിലേക്കെടുത്ത് ഉയർത്തി വയ്ക്കുകയും ആ കടുവയുടെ തലയ്ക്ക് നേരെ ചൂണ്ടുകയും ചെയ്തു. ആ കടുവ ആ ശരീരം വലിച്ചിഴച്ച് പുറത്തു കൊണ്ടിടുകയും അതിനെ ഭക്ഷിക്കുവാൻ വേണ്ടി അതിൻ്റെ സമീപത്തേക്ക് കിടന്നപ്പോഴേക്കും എൻ്റെ റൈഫിൽ ഗർജിച്ചു. പുകയും ഒരു മിന്നലും ആ തിര മുന്നിലേക്ക് പായിച്ചു. ശബ്ദഗർജനങ്ങൾക്കപ്പുറം ആ കടുവയുടെ തലയിലേക്ക് ആ തിര തുളച്ചു കയറി. മുരണ്ടുകൊണ്ട് ആ കടുവ നിലത്ത് കിടന്നൊന്ന് പിടയുകയും പിന്നെ പിടച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. അരണ്ട വെളിച്ചത്തിൽ ഒരു ചാരനിറമുള്ള ഒരു ജീവി ആ ശരീരത്തിനരികിൽ കിടക്കുന്നത് വ്യക്തമായി തന്നെ കാണുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഞങ്ങൾ ഉദ്ദേശിച്ച ആ കടുവ തന്നെയാണോ അത് എന്ന് മനസ്സിലാക്കുവാൻ ഇപ്പോൾ സാധിക്കുകയില്ല. കാരണം അത്രയ്ക്കും വെട്ടം കുറവാണ്. നേരം പുലരുന്നതുവരെ ഞാൻ ആ മരത്തിൻ്റെ കൊമ്പിൽ കാത്തിരുന്നു. പ്രകാശകിരണത്തിൻ്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയിലേക്ക് വന്ന് പതിച്ചതും ഞാൻ മരത്തിൽ നിന്നും പതിയെ താഴേക്കിറങ്ങി. അവിടെ ചത്തു മലച്ചു കിടന്ന കടുവയുടെ അരികിലേക്ക് നടന്നു. ഗ്രാമത്തിലെ ആളുകളും എനിക്ക് കിട്ടിയ അടയാളങ്ങളും ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അവർ പറഞ്ഞ ആ നരഭോജിയായ രാക്ഷസി ഇവൾ തന്നെയാണെന്ന കണക്കുകൂട്ടലിൽ ഞാൻ എത്തിച്ചേർന്നു. അവിടെ കണ്ട കാലടയാളങ്ങൾ ഞാൻ പരിശോധിച്ചു. ഗ്രാമത്തിൻ്റെ സമീപത്തു നിന്നും കണ്ടെത്തിയ കാൽപ്പാടുകൾ ഇവളുടെ തന്നെയാണെന്നും ഞാൻ മനസ്സിലാക്കി. അവളുടെ ശരീരം ഞാൻ പരിശോധിച്ചു. യാതൊരു പാടുകളോ മുറിവുകളോ ഒന്നും അവൾക്കുണ്ടായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ നരഭോജിയായി തീർന്നതെന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ എത്തിച്ചേർന്ന നിഗമനം ഇങ്ങനെയായിരുന്നു. നരഭോജിയായ ഇവളുടെ ഇണയുടെ സ്വഭാവത്തിൽ നിന്നുമായിരിക്കാം ഇവൾക്കും മനുഷ്യ മാംസത്തോട് ഇത്രയും ആഗ്രഹം വന്നത്. താരതമ്യേന ദുർബലരായ ഇരയെ പിടിക്കുവാനും വളരെ എളുപ്പമാണല്ലോ. അതുകൊണ്ടായിരിക്കാം അവൾ മനുഷ്യരെ മാത്രം വേട്ടയാടുവാൻ വേണ്ടി മനുഷ്യർ താമസിക്കുന്ന സെറ്റിൽമെൻറ്റുകളിലേക്ക് കടന്നു കയറിയത്, അവളുടെ കുട്ടികളെയും അതിനുവേണ്ടി പരിശീലിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഒരിക്കൽ കൂടി ഇവിടേക്ക് വരേണ്ട ആവശ്യം വരുമെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. അതെല്ലാം നോക്കി ഞാൻ അവിടെ നിൽക്കുന്ന സമയമായപ്പോഴേക്കും ഗ്രാമത്തിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അവർ വന്നപ്പോൾ കണ്ട കാഴ്ച ഗ്രാമത്തലവൻ്റെ മകൾക്കൊപ്പം ആ കടുവയുടെ ശരീരവും അവിടെ കിടക്കുന്നതാണ്. സന്തോഷം അവരുടെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും അതിനേക്കാൾ വലിയൊരു ദുഃഖം അവിടെ കിടക്കുന്നത് കൊണ്ട് അവർ സന്തോഷത്തിൽ മതിമറന്നില്ല. ആ കടുവയുടെയും ഗ്രാമത്തലവൻ്റെ മകളുടെ ശരീരവും എടുത്തുകൊണ്ട് അവർ ഗ്രാമത്തിലേക്ക് മടങ്ങി. ഗ്രാമത്തലവന് മുന്നിൽ 2 ശവശരീരങ്ങളും വയ്ക്കുകയും അയാളുടെ മകൾക്കൊപ്പം അതിനെ അടക്കം ചെയ്യുകയും ചെയ്തു. അവിടുത്തെ ഗ്രാമീണരും ഹെർമൻ ബ്രദേഴ്സും എന്നോട് പറഞ്ഞ കടുവ ആനയെ കൊന്നുവെന്ന് പറയുന്ന കഥ ഞാൻ വിശ്വസിച്ചില്ല. എനിക്കിപ്പോഴും അതിലൊരുപാട് സംശയങ്ങളുണ്ട്. എന്നാലും അവർ പറയുന്നത് വിശ്വസിക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ മുന്നിലുള്ള ഒരേ വഴി. അവർ പറയുന്ന കഥകൾക്കിടയിലും പല കെട്ടുകഥകളും ഏച്ചുകെട്ടുകളും ഉണ്ടാകുമല്ലോ. അതെല്ലാം കണക്കിലെടുത്ത് വേണം നമ്മൾ ഓരോ കഥയും കാണുവാനും മുന്നിലേക്ക് കൊണ്ടുപോകുവാനും. അങ്ങനെ ശിവപുരയിലെ 3 നരഭോജികളുടെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. നമ്മൾ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.